ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ എല്ലാവർക്കും സഹകാരി റൈസ് പ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സുസ്വാഗതം. ഓക്കെ, ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായിരുന്നു? അക്കൗണ്ടിങ് ഫോർ പാർട്ണർഷിപ്പ്. നമ്മൾ അടുത്ത ഒരു സെഷൻ പാർട്ട് 3 ആണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഇതുവരെ പറഞ്ഞത് അഡ്മിഷൻ പറഞ്ഞു അല്ലേ, റിട്ടയർമെൻറ്റ് പറഞ്ഞു, ഡെത്ത് പറഞ്ഞു. ഓക്കെ, അതിലൊന്നും ഉൾപ്പെടാത്ത ഒരു ഏരിയ ആണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് വാട്ട്? ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ്. ഓക്കെ, അപ്പോൾ എന്താണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് എന്ന് ചോദിച്ചാൽ, ഡിസൊല്യൂഷൻ എന്ന് പറയുന്ന ടേമിൻ്റെ വേർഡ് മീനിങ് എന്ന് പറയുന്നത് ഡിസ്കണ്ടിന്യൂവേഷൻ എന്നാണ്, ഓർ എന്താണ്, ബ്രേക്കിംഗ് അപ്പ് എന്നാണ്. എന്താണ് ഡിസ്കണ്ടിന്യൂവേഷൻ ഓർ ബ്രേക്കിംഗ് അപ്പ് ഈസ് ദ വേർഡ് മീനിങ് ഓഫ് ഡിസൊല്യൂഷൻ. ഓക്കെ, ഇനി ഇൻ പാർട്ണർഷിപ്പിന്റെ കേസിൽ ഡിസൊല്യൂഷൻ രണ്ട് രീതിയിലാണ് സംഭവിക്കുക. ഓക്കെ, in the case of partnership type of organization, there are two types of dissolutions. They are dissolution of partnership, and the second one is dissolution of partnership firm. എന്താണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തത് ഏതായിരുന്നു? ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ്. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് നമുക്കറിയാം, നമ്മൾ ഇതുവരെ പറഞ്ഞ അഡ്മിഷൻ, റിട്ടയർമെന്റ്, ഡെത്ത്, ഓക്കെ, ഇതെല്ലാം എന്താണ്? ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ആണ്. ദാറ്റ് മീൻസ് അവിടെ എന്തിൽ മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ? ഏതിൽ മാത്രം? എഗ്രിമെന്റിൽ മാത്രമാണ് അവിടെ ചേഞ്ച് വരുന്നത്. ഏതിൽ മാത്രമാണ് ചേഞ്ച് വരുന്നത്? എഗ്രിമെന്റിൽ മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ. നോക്കാം, എന്താണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് എന്ന് നോക്കിക്കോളൂ. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ചേഞ്ചസ് ദ എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പാർട്ട്നേഴ്സ്, but the firm may continue its business as before. എന്ന് പറഞ്ഞാൽ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പിൽ ഇറ്റ് ചേഞ്ചസ് ദി എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പാർട്ട്നേഴ്സ്. നിലവിലുള്ള എഗ്രിമെന്റിൽ മാത്രമായിരിക്കും ചേഞ്ചസ് ഉണ്ടാവുക. ഏതിൽ ചേഞ്ചസ് ഉണ്ടാവത്തില്ല? ഫേമിന്റെ ബിസിനസ്സിൽ ഒരിക്കലും ചേഞ്ചസ് ഉണ്ടാവുന്നില്ല. സോ ദ ഫേം മേ കണ്ടിന്യൂ ഇറ്റ്സ് ബിസിനസ് ആസ് ബിഫോർ. നേരത്തെ എങ്ങനെയാണോ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ എന്ത് ചെയ്യും? ബിസിനസ് മുന്നോട്ട് പോകും. അവിടെ ഒരിക്കലും എന്ത് സംഭവിക്കുന്നില്ല? ബിസിനസ്സിന് ഒരു ബ്രേക്കപ്പ് സംഭവിക്കുന്നില്ല, അല്ലെങ്കിൽ ബിസിനസ്സിന് എന്ത് സംഭവിക്കുന്നില്ല? ബിസിനസ്സിന് ക്ലോഷർ സംഭവിക്കുന്നില്ല, അടച്ചു പൂട്ടുന്നില്ല. അപ്പോൾ എന്താണ് പറഞ്ഞത്? ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ ഏതിൽ മാത്രം? എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പിൽ മാത്രം ചേഞ്ചസ് ഉണ്ടായാൽ, ഓർ എഗ്രിമെന്റിൽ മാത്രം ചേഞ്ചസ് ഉണ്ടായാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ്. ഓക്കെ, സോ the firm may continue its business as before. അല്ലേ, നേരത്തെ എങ്ങനെയാണോ ബിസിനസ് പൊയ്ക്കൊണ്ടിരുന്നത് അതുപോലെ എന്ത് ചെയ്യും? വീണ്ടും കണ്ടിന്യൂ ചെയ്യും. ബട്ട് രണ്ടാമത്തെ ടൈപ്പാണ് ഡിസൊല്യൂഷൻ ഓഫ് ദ ഫേം. ഒന്നാമത്തെ ഏതാണ്? ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ്. ഇതെന്താണ്? ഡിസൊല്യൂഷൻ ഓഫ് ഫേം. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ദ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ബിറ്റ്വീൻ ഓൾ ദി പാർട്ട്നേഴ്സ് ഓഫ് എ ഫേം ഈസ് കോൾഡ് ഡിസൊല്യൂഷൻ ഓഫ് ദ ഫേം. ഇതൊരു ഡെഫിനിഷൻ ആണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. എന്ത് ചെയ്യുന്നുണ്ട്? ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ബിറ്റ്വീൻ ഓൾ ദി പാർട്ട്നേഴ്സ് ഓഫ് എ ഫേം. ഒരു ഫേമിലുള്ള എല്ലാ പാർട്ട്നേഴ്സും അവരെന്ത് ചെയ്യുകയാണ്? അവരുടെ പാർട്ണർഷിപ്പ് എഗ്രിമെന്റ് ഡിസോൾവ് ചെയ്യുകയാണ്. ഓക്കെ, അല്ലെങ്കിൽ അവരുടെ എഗ്രിമെന്റ് അവരെന്ത് ചെയ്യാൻ പോവുകയാണ്? ക്ലോസ് ചെയ്യാൻ പോവുകയാണ് എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡിസൊല്യൂഷൻ ഓഫ് ദ ഫേം. ഡിസൊല്യൂഷൻ ഓഫ് ദ ഫേം എന്ന് പറഞ്ഞാൽ, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ഇവിടെ എന്ത് ചെയ്യുകയാണ്? ദ ബിസിനസ് വിൽ നോട്ട് കണ്ടിന്യൂ. അല്ലേ, ഓക്കെ, ദെയർ ബിസിനസ് ഇൻ ഫ്യൂച്ചർ അവരെന്ത് ചെയ്യാൻ പോവാണ്? വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്, ക്ലോസ് ചെയ്യാൻ പോവാണ് ബിസിനസ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഒരു ടേം ചോദിച്ചിട്ടുണ്ട്. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ബിറ്റ്വീൻ ഓൾ ദി പാർട്ട്നേഴ്സ് ഓഫ് എ ഫേം ഈസ് കോൾഡ് ഡാഷ്. എന്താണ്? ഡിസൊല്യൂഷൻ ഓഫ് ദ ഫേം. എന്താണ്? ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ബിറ്റ്വീൻ ഓൾ ദി പാർട്ട്നേഴ്സ്. ഒരു ഫേമിലുള്ള എല്ലാ പാർട്ട്നേഴ്സിന്റെയും എഗ്രിമെന്റ് അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഡിസോൾവ് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുക? ഡിസൊല്യൂഷൻ ഓഫ് ദ ഫേം. ഓക്കെ, അപ്പോൾ ഡിസൊല്യൂഷൻ ഓഫ് ദ ഫേമിൽ എന്താ സംഭവിക്കുക? ഡിസൊല്യൂഷൻ ഓഫ് ദ ഫേം ലീഡ്സ് ടു ക്ലോഷർ ഓഫ് ദ ബിസിനസ്. ഇവിടെ ബിസിനസ് അടച്ചു പൂട്ടുകയാണ്. ഇവിടെ ബിസിനസ് എന്ത് ചെയ്യുകയാണ്? അടച്ചു പൂട്ടുകയാണ്. ഓക്കെ ആണല്ലോ. അങ്ങനെ അടച്ചു പൂട്ടുമ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഓൺ ദ ഡിസൊല്യൂഷൻ ഓഫ് ദ ഫേം,
ഫേം അടച്ചു പൂട്ടുമ്പോൾ ദ അസറ്റ്സ് ഓഫ് ദ ഫേംസ് ആർ റിയലൈസ്ഡ്. ആ ബിസിനസ്സിലുള്ള അസറ്റുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യും? റിയലൈസ് ചെയ്യും. എന്താണ് റിയലൈസ് ചെയ്യുന്നത്? വിൽക്കും. ആൻഡ് ദ ലൈബിലിറ്റീസ് ആർ ഡിസ്ചാർജ്ഡ്. ബാധ്യതകൾ വല്ലതും ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യും? പെയ്ഡ് ഓഫ്, കൊടുത്തു തീർക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഡിസൊല്യൂഷൻ സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ്? അസറ്റുകൾ വിൽക്കും. അസറ്റ് വിറ്റ് കിട്ടുന്ന കാശ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ബാധ്യതകളെല്ലാം തീർക്കും. ഓക്കെ, അങ്ങനെ ബാധ്യതകൾ തീർത്തിട്ട് ബാലൻസ് എന്തെങ്കിലും പോർഷൻ ഉണ്ടെങ്കിൽ അത് ആർക്ക് വിധിച്ചെടുക്കാം? പാർട്ട്നേഴ്സിന് വിധിച്ചെടുക്കാം. കഥ മനസ്സിലായല്ലോ. സോ ഡിസൊല്യൂഷൻ ഓഫ് ദ ഫേം ഡസ് നോട്ട് റിലേറ്റ് ടു റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്നേഴ്സ്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. വാട്ട് ഈസ് റീകോൺസ്റ്റിറ്റ്യൂഷൻ? എന്താണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ? ചേഞ്ച് ഇൻ ദി എഗ്രിമെന്റ്. എഗ്രിമെന്റിൽ ചേഞ്ചസ് സംഭവിച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ്. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ സംഭവിക്കുക? ഒന്നാമത്തേതാണ് ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, 2 അഡ്മിഷൻ, 3 ഡെത്ത്, 4 റിട്ടയർമെന്റ്, 5 അമാൽഗമേഷൻ ഓഫ് 2 പാർട്ണർഷിപ്പ് ഫേംസ്. ഇല്ലേ? ഈ 5 കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ പെടാത്തതാണ് ഏതെന്ന് പറയുന്നത്? ഡിസൊല്യൂഷൻ ഓഫ് ദ ഫേം ഡസ് നോട്ട് റിലേറ്റ് ടു റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ്. എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പിൽ ഉൾപ്പെടാത്തത് ഏത് മാത്രമാണ്? ഡിസൊല്യൂഷൻ ഓഫ് ദ ഫേം. ബാക്കിയുള്ളതെല്ലാം റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എഗ്രിമെന്റിൽ മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ. ബിസിനസ് മുന്നോട്ട് പോകും. ഓക്കെ, അഡ്മിഷൻ ആയാലും റിട്ടയർമെന്റ് ആയാലും ഡെത്ത് ആയാലും ഒക്കെ എന്ത് ചെയ്യും? ബിസിനസ് മുന്നോട്ട് പോകും. പക്ഷേ ഡിസൊല്യൂഷൻ ഓഫ് ഫേം ആണെങ്കിൽ ബിസിനസ് മുന്നോട്ട് പോകത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഡിസൊല്യൂഷൻ ഓഫ് ഫേം ഡസ് നോട്ട് റിലേറ്റ് ടു റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് എന്ന് പറയാം. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ പഠിക്കുക മോഡ്സ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് ദ ഫേം. ഏതൊക്കെ രീതിയിലാണ് എന്ത് സംഭവിക്കുക? ഡിസൊല്യൂഷൻ സംഭവിക്കുക. നോക്കിക്കോളൂ, ഒന്നാമത്തെ മോഡ് എന്ന് പറയുന്നത് ഡിസൊല്യൂഷൻ ബൈ എഗ്രിമെന്റ്. ഏതിലൂടെ? ഒരു എഗ്രിമെന്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഡിസോൾവ് ചെയ്യാം. സെക്ഷൻ 40 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഡിസൊല്യൂഷൻ ബൈ എഗ്രിമെന്റ് ഏത് സെക്ഷനിലാണ് പറയുന്നത്? സെക്ഷൻ 40. ഓക്കെ ആണല്ലോ. ഓക്കെ, എന്താണ് പറയുന്നത് നോക്കിക്കോളൂ. A firm is the result of an agreement. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പാർട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നത് ഒരു എഗ്രിമെന്റിന്റെ പുറത്ത് മുന്നോട്ട് പോകുന്ന ഒരു ബിസിനസ് സ്ഥാപനമാണ്, അല്ലേ? അതുകൊണ്ട് തന്നെ ഹെൻസ് ഇറ്റ് ക്യാൻ ബി ഡിസോൾവ്ഡ് ബൈ ആൻ എഗ്രിമെന്റ്. ഒരു എഗ്രിമെന്റിലൂടെ നമുക്ക് എന്തും ചെയ്യാം. ആ ബിസിനസ് ഡിസോൾവും ചെയ്യാം, ക്ലോസും ചെയ്യാം. മനസ്സിലായോ? അപ്പൊ ഏതിലൂടെയാണ്? ഒന്നാമത്തെ ഏതാണ്? ഒന്നാമത്തെ മോഡ് ഏതാണ്? ഡിസൊല്യൂഷൻ ബൈ എഗ്രിമെന്റ്. പഠിച്ചല്ലോ. 2 കമ്പൽസറി ഡിസൊല്യൂഷൻ. സെക്ഷൻ 41 കമ്പൽസറി ഡിസൊല്യൂഷൻ. കമ്പൽസറി ആയിട്ട് നമ്മൾ ഡിസോൾവ് ചെയ്യണം. നിർബന്ധമായിട്ട് നമ്മൾ ഡിസോൾവ് ചെയ്യണം, അടച്ചുപൂട്ടണം. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ്? 1 where all the partners or all except one become insolvent or insane. എന്താ പറഞ്ഞത്? where all the partners, ഒന്നെങ്കിൽ എല്ലാ പാർട്ട്നേഴ്സും, or all except one, അല്ലെങ്കിൽ ഒരാൾ ഒഴികെ ബാക്കി എല്ലാ പേരും becomes insolvent. എന്തായി മാറുക? ഇൻസോൾവന്റ് ആയി മാറുന്നു, അല്ലെങ്കിൽ ഇൻസൈൻ ആയി മാറുന്നു. എന്താണ് ഇൻസോൾവന്റ് എന്ന് പറഞ്ഞാൽ? മലയാളത്തിൽ നമുക്ക് പറയാം പാപ്പരാവുക എന്ന് പറയാം. എന്താണ് ഇൻസോൾവന്റ്? when a person is unable to pay his debts, then a court may intervene and the court adjudicated him as an insolvent. ഒരു വ്യക്തിക്ക് അയാളുടെ ഡെപ്റ്റ്, കടങ്ങൾ തീർക്കാൻ കഴിയാത്ത അവസ്ഥ, അതിനെ എന്തെന്ന് വിളിക്കുക? ഇൻസോൾവന്റ് എന്ന് വിളിക്കുക. എ പേഴ്സൺ ഈസ് അണേബിൾ ടു പേ ഹിസ് ഡെപ്റ്റ്സ്. ഓക്കെ, ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഏത്? വിജയ് മല്യ എന്ന് പറയുന്ന ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഫ്രോഡ് ചെയ്ത ആളിൻ്റെ കഥ, അല്ലേ? വിജയ് മല്യ എന്താ ചെയ്തത്? ഒന്നും ചെയ്തില്ല. സിമ്പിളായിട്ട് എന്ത് ചെയ്തു? ഇന്ത്യയിൽ നിന്ന്, ബാങ്കുകളിൽ നിന്ന് 9,000 കോടി രൂപ എന്ത് ചെയ്തു? കടമെടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? മുങ്ങി. ഇല്ലേ? കിങ് ഫിഷർ എയർലൈൻസ് ആർക്കുള്ളതായിരുന്നു?
വിജയ് മല്യയുടേതൊക്കെ ആയിരുന്നു ഇല്ലേ. എന്നിട്ട് എന്ത് ചെയ്തു? അതിനുശേഷം അയാൾക്ക് ഡെപ്റ്റ് തിരിച്ചടയ്ക്കാൻ കഴിയാതെ വന്ന സാഹചര്യങ്ങളിൽ കോർട്ട് അല്ലെങ്കിൽ കോർട്ടിനെ എന്ത് ചെയ്യുന്നു? അപ്രോച്ച് ചെയ്യുകയും കോർട്ട് ഇന്റർവീൻ ഇടപെടുകയും എന്ത് ചെയ്തു? വിജയ് മല്യയെ എന്തായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു? ഇൻസോൾവെന്റ് ആയിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പൊ കഥ ഇത്രയേ ഉള്ളൂ. ഇൻസോൾവെന്റ് എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ who cannot or who is unable to pay his debt. മനസ്സിലായോ? ഇൻസെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മെന്റൽ ഇൽനെസ്സിനെ വിളിക്കുന്ന പേരാണ്. മെന്റലി ഇൽ എന്ന് പറഞ്ഞാലാണ് ഏതെന്ന് പറയുക? ഇൻസെയിൻ എന്ന് പറയാം. മലയാളത്തിൽ ഭ്രാന്ത് എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പൊ എന്താ പറയുന്നത് ഇവിടെ? വേർ ഓൾ ദി പാർട്ട്നേഴ്സ്, ഒന്നുകിൽ എല്ലാ പേരും സംഭവിക്കും, ഓർ ഓൾ എക്സെപ്റ്റ് വൺ. എക്സാമ്പിൾ എ ബി സി, 3 പാർട്ണർ ഉണ്ടായിരുന്നു ഇല്ലേ. ഓക്കെ, അവിടെ എല്ലാ പാർട്ട്നേഴ്സിനും 3 പാർട്ട്നേഴ്സിനുമോ അല്ലെങ്കിൽ ഒരാൾ ഒഴികെ ബാക്കിയുള്ള 2 പാർട്ട്നേഴ്സിനുമോ എന്ത് സംഭവിക്കുകയാണ്? ഇൻസോൾവെന്റ് ആവുകയോ ഇൻസൈൻ ആവുകയോ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? കമ്പൽസറി ആയിട്ട് എന്ത് ചെയ്യണം? ഡിസോൾവ് ചെയ്യണം. മനസ്സിലായ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾ ഒഴികെ എന്ന് പറഞ്ഞാൽ ഈ 2 പേരും എന്തായി? ഇൻസോൾവെന്റ് ആയാൽ പിന്നെ അവിടെ ഒരാൾ മാത്രമല്ലേ ഉള്ളൂ. ഒരാൾ മാത്രമേ ഉള്ളൂ എങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും? പാർട്ണർഷിപ്പ് എന്ന് വിളിക്കാൻ കഴിയുമോ? കഴിയത്തില്ല. എങ്ങനെ വിളിക്കണം നമ്മൾ? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കിയേ, രണ്ടാമത്തെ കേസ് വേർ ദ ബിസിനസ് ബിക്കംസ് ഇല്ലീഗൽ. ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് എന്താണ്? നിയമവിരുദ്ധമായിട്ടുള്ള ബിസിനസ് ആണ്. ദാറ്റ് മീൻസ് ചിലപ്പോൾ സ്മഗ്ലിംഗ് ചെയ്യുന്നു, അതാണ് അവരുടെ ബിസിനസ് എന്ന് പറയുന്നത്. സ്മഗ്ലിംഗ് ഇന്ത്യയിൽ എന്താണ്? ഇല്ലീഗലാണ്. പറ്റോ? കമ്പൽസറി ആയിട്ട് എന്ത് ചെയ്യണം? ഡിസോൾവ് ചെയ്യണം. മൂന്നാമത്തെ കേസ് ഏതാ? വേർ ഓൾ ദ പാർട്ട്നേഴ്സ് എക്സെപ്റ്റ് വൺ ഡിസൈഡ് ടു റിട്ടയർ ഫ്രം ദ ഫേം. ഇല്ലേ, എന്താ പറഞ്ഞത്? വേർ ഓൾ ദ പാർട്ട്നേഴ്സ് എക്സെപ്റ്റ് വൺ, ഒരാൾ ഒഴികെ ബാക്കി എല്ലാ പേരും ഡിസൈഡ് ടു റിട്ടയർ ഫ്രം ദ ഫേം, തീരുമാനിക്കുകയാണ് ബിസിനസ്സിൽ നിന്ന് റിട്ടയർ ചെയ്ത് പോവുക. ഓക്കെ, എക്സാമ്പിൾ എ ബി സി തന്നെയാണ് ഇല്ലേ. എന്ത് ചെയ്യുന്നു? ഒരാൾ ഒഴികെ എയും ബിയും എന്ത് ചെയ്യാണ്? റിട്ടയർ ചെയ്ത് പോയി. അങ്ങനെ പോയാൽ എന്ത് സംഭവിക്കും? അവിടെ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആയില്ലേ, അവിടെ പാർട്ണർഷിപ്പ് എന്ന് വിളിക്കാൻ പറ്റുമോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കമ്പൽസറി ആയിട്ട് ഡിസോൾവ് ചെയ്യണം. ഓക്കെ ആണോ? നെക്സ്റ്റ്, വേർ ഓൾ ദി പാർട്ട്നേഴ്സ് ഓർ ഓൾ എക്സെപ്റ്റ് വൺ പാർട്ട്ണർ ഡൈ. ഒന്നുകിൽ എല്ലാ പേരും മരിക്കുന്നു അല്ലെങ്കിൽ ഒരാൾ ഒഴികെ ബാക്കി എല്ലാ പേരും മരിക്കുന്നു. ഈ 4 സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യണം? കമ്പൽസറി ആയിട്ട് ഫേം ഡിസോൾവ് ചെയ്തിരിക്കണം. ഏതൊക്കെയാണ്? ഇൻസോൾവെന്റ് ഇൻസൈൻ ആവുന്നു. 2 ഇല്ലീഗൽ ബിസിനസ് ആണെങ്കിൽ. 3 ഏതാ പറയുന്നത്? ഓൾ ദ പാർട്ട്നേഴ്സ് എക്സെപ്റ്റ് വൺ ഡിസൈഡ് ടു റിട്ടയർ ഫ്രം ദ ഫേം. 4 ഓൾ ദ പാർട്ട്നേഴ്സ് ഓർ ഓൾ എക്സെപ്റ്റ് വൺ പാർട്ട്ണർ ഡൈ. ഓക്കെ ആണല്ലോ. ഇനി മൂന്നാമത്തെ മോഡ് എന്ന് പറയുന്നത് ഡിസൊല്യൂഷൻ ഓൺ ദി ഹാപ്പനിങ് ഓഫ് കണ്ടിജൻസീസ്. എന്താണ് കണ്ടിജൻസി എന്ന് പറഞ്ഞാൽ? കണ്ടിജൻസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിച്ച് മേ ഓർ മേ നോട്ട് ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ. വി കനോട്ട് പ്രെഡിക്റ്റ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഭാവിയിൽ സംഭവിക്കാതിരിക്കാം. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? കണ്ടിൻജൻസി എന്ന് വിളിക്കുക. എന്തെന്ന് വിളിക്കുക? കണ്ടിൻജൻസി എന്ന് വിളിക്കുക. അപ്പോൾ കണ്ടിൻജൻസി കേസസിൽ എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. എന്തൊക്കെയാണ്? 1, ബൈ ദ ഡെത്ത് ഓഫ് എ പാർട്ണർ മരിക്കുന്ന അതൊരു കണ്ടിജൻസി അല്ലേ? നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. വിച്ച് മേ ഓർ മേ നോട്ട് ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ. അതിനെന്തെന്ന് വിളിക്കുക? കണ്ടിജൻസി എന്ന് വിളിക്കുക. ഓക്കെ, രണ്ടാമത്തേത് ഏതാ പറയുന്നത്? ബൈ ദ അഡ്ജൂഡിക്കേഷൻ ഓഫ് എ പാർട്ണർ ആസ് ഇൻസോൾവെന്റ്. ഒരു പാർട്ണറിനെ അഡ്ജൂഡിക്കേറ്റ് ചെയ്യുന്നു. അഡ്ജൂഡിക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആരാണ് അഡ്ജൂഡിക്കേറ്റ് ചെയ്യുന്നത്? കോർട്ടാണ് അഡ്ജൂഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അഡ്ജൂഡിക്കേറ്റ് ചെയ്യുക, വിധിക്കുക. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു എന്ത് ചെയ്യുന്നു? ഒരു വ്യക്തിയെ ഇൻസോൾവെന്റ് ആയിട്ട് പ്രഖ്യാപിക്കുന്നത് ആരാണ്? വിധിക്കുന്നത് ആരാണ്? കോർട്ടായിരിക്കും. ഓക്കെ ആണല്ലോ. ഈ സാഹചര്യം കോർട്ട് എന്ത് ചെയ്യുന്നത്? ഒരു പാർട്ണറിനെ അഡ്ജൂഡിക്കേറ്റ് ചെയ്യുന്നു ആസ് ആൻ ഇൻസോൾവെന്റ്. അതൊരു എന്താണ്? കണ്ടിജൻസി ആണ്. ഓക്കെ ആണോ? അപ്പോൾ രണ്ടാമത് പഠിച്ചു. 3 ഏതാണ്? ബൈ ദ കംപ്ലീഷൻ ഓഫ് ദ വെഞ്ചർ ഫോർ വിച്ച് ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ്. ബൈ ദി കംപ്ലീഷൻ ഓഫ് ദ വെഞ്ചർ. എന്താണ് വെഞ്ചർ? മലയാളം സംരംഭം എന്നാണ്. ഓക്കെ, നിങ്ങൾ വെഞ്ചർ എന്ന് കേട്ടിട്ടുണ്ടാവത്തില്ല, ബട്ട് ജോയിന്റ് വെഞ്ചർ എന്ന് കേട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ മാരുതി സുസുക്കി എന്ന് പറയുന്ന കമ്പനി, അവരേതാണ്? കൂട്ടായ സംരംഭമാണ്, ജോയിന്റ് വെഞ്ചർ ആണ്. ഇല്ലേ, മാരുതി എന്ന് പറയുന്നത് ഇന്ത്യൻ കമ്പനിയും അതേപോലെ സുസുക്കി എന്ന് പറയുന്ന ജാപ്പനീസ് കമ്പനിയും അവർ നടത്തുന്ന ബിസിനസ് ഏതാണ്? ജോയിന്റ് വെഞ്ചർ ബിസിനസ്. അതൊക്കെ പോയിക്കോട്ടെ. നമ്മൾ പറയുന്ന ഇത്രയേ ഉള്ളൂ, ബൈ കംപ്ലീഷൻ ഓഫ് ദ വെഞ്ചർ ഫോർ വിച്ച് ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ്. എന്തിനു വേണ്ടിയിട്ടാണോ അവരെന്ത് ചെയ്തത്? ആ ഒരു സംരംഭം നടത്തിയത്, ആ ഒരു കഴിഞ്ഞു, അവരുടെ ആ ഒരു ഒബ്ജക്റ്റ് അവർ അച്ചീവ് ചെയ്തു. സോ അവർക്ക് എന്ത് ചെയ്യാം?
എന്ത് ചെയ്യാം അടച്ചുപൂട്ടാം. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് പോയിന്റ്, ബൈ ദ എക്സ്പയറി ഓഫ് ദ ടേം ഓഫ് ദ ഫേം. എക്സ്പയറി ഓഫ് ദി ടേം ഓഫ് ദ ഫേം എന്ന് പറഞ്ഞാൽ ഒരു ഫേം ഒരു പെർട്ടിക്കുലർ പീരീഡിലേക്ക് വേണ്ടിയിട്ടായിരുന്നു, ആ ടൈം പീരീഡ് കഴിഞ്ഞു എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അടച്ചുപൂട്ടുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ 4 കാര്യങ്ങൾ ഇവിടെയും പറഞ്ഞു. ഏതൊക്കെയാണ്? ഡെത്ത് ഓഫ് എ പാർട്ണർ, അഡ്ജുഡിക്കേഷൻ ഓഫ് എ പാർട്ണർ ആസ് ആൻ ഇൻസോൾവെന്റ്, ബൈ ദ കംപ്ലീഷൻ ഓഫ് ദ വെഞ്ചർ ഫോർ വിച്ച് ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ്, ബൈ എക്സ്പയറി ഓഫ് ദി ടേം ഓഫ് ദ ഫേം. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് 4ാമത്തെ നോക്കിക്കോളൂ, ഡിസൊല്യൂഷൻ ബൈ നോട്ടീസ്. ബൈ നോട്ടീസ് വന്നാൽ നമുക്കറിയാം അത് എന്തിന് എക്സാമ്പിൾ ആയിരിക്കും? പാർട്ണർഷിപ്പ് അറ്റ് വില്ലിന് എക്സാമ്പിൾ ആയിരിക്കും അല്ലേ? പാർട്ണർഷിപ്പ് അറ്റ് വിൽ. ഇവിടെയും പറയുന്നത് ഏത് തന്നെയാണ്? പാർട്ണർഷിപ്പ് അറ്റ് വില്ല് തന്നെയാണ്. എന്താണ്? ഇൻ ദ കേസ് ഓഫ് പാർട്ണർഷിപ്പ് അറ്റ് വിൽ, the firm may be dissolved if any partner gives notice. എന്ത് ചെയ്യാം? ഒരു ഫേമിനെ നമുക്ക് ഡിസോൾവ് ചെയ്യാം എങ്ങനെയാണെങ്കിൽ, ഇഫ് എനി പാർട്ണർ ഗീവ്സ് നോട്ടീസ് ഇൻ റൈറ്റിംഗ്. ഓക്കെ, എഴുതി തയ്യാറാക്കിയ നോട്ടീസ് നൽകുന്നു. ആർക്ക് നൽകുന്നു? ടു ഓൾ ദി അതർ പാർട്ണേഴ്സ്, ബാക്കിയുള്ളവർക്ക് നൽകുന്നു. എന്തിനു നൽകുന്നു? ഓഫ് ഹിസ് ഇന്റൻഷൻ, അയാളുടെ ഉദ്ദേശം. എന്തുദ്ദേശം? ടു ഡിസോൾവ് ദി ഫേം അടച്ചുപൂട്ടാനുള്ള അയാളുടെ ഇന്റൻഷൻ, ഉദ്ദേശം ബാക്കിയുള്ളവരെ അറിയിക്കുന്നു. ബൈ എ നോട്ടീസ് ഇൻ റൈറ്റിംഗ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും? ബാക്കിയുള്ളവർ ആ നോട്ടീസ് കളക്ട് ചെയ്യുന്നു. അവരത് എന്ത് ചെയ്യുന്നു? അവരുടെ കൺസെന്റോട് കൂടി മാത്രം നമുക്ക് എന്ത് ചെയ്യാം? ഫേം ഡിസോൾവ് ചെയ്യാം. അതാണ് ഡിസൊല്യൂഷൻ ബൈ നോട്ടീസ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് അറ്റ് വിൽ. ഓക്കെ ആണല്ലോ. എക്സാമിന് ചോദിക്കാം ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് അറ്റ് വിൽ. ഓക്കെ, ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് അറ്റ് വിൽ ആണെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം? നോട്ടീസ് ഇൻ റൈറ്റിംഗ്. ഓക്കെ, നെക്സ്റ്റ് 5ാമത്തത് ലാസ്റ്റിലത്തെ മോഡാണ് പറയുന്നത്, ഡിസൊല്യൂഷൻ ബൈ കോർട്ട്. കോർട്ട് എന്ത് ചെയ്യും? ഇടപെട്ടുകൊണ്ട്. എപ്പോഴാണ് കോർട്ട് ഇടപെടുന്നത്? ബൈ ഓഫ് എ സ്യൂട്ട് ബൈ എ പാർട്ണർ. ഒരു പാർട്ണർ ഒരു പെറ്റീഷൻ, ഒരു സ്യൂട്ട് ഫയൽ ചെയ്യുന്നു കോടതിയിൽ. എന്തിന്? ഫേം അടച്ചുപൂട്ടാൻ വേണ്ടി ഒരു സ്യൂട്ട് ഫയൽ ചെയ്തു. അപ്പോൾ കോർട്ട് എന്ത് ചെയ്യും? ഇന്റർവീൻ ചെയ്യും, ഇടപെടും. എന്നിട്ട് എന്ത് ചെയ്യും? പറയും അടച്ചു പൂട്ടാമോ വേണ്ടയോ എന്ന് പറയും. ഏതൊക്കെ സാഹചര്യങ്ങളാണെന്ന് നോക്കിക്കോളൂ. ഒന്ന്, when a partner becomes unsound mind. എന്താണ് അൺസൗണ്ട് മൈൻഡ്? സൗണ്ട് മൈൻഡ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു എഗ്രിമെന്റിൽ ഏർപ്പെടാം, ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാം. ഓക്കെ, എനിക്ക് ചിന്തിച്ചിട്ട് ഒരു തീരുമാനം എടുക്കാനുള്ള കഴിവുണ്ട്. അൺസൗണ്ട് മൈൻഡ് എന്ന് പറഞ്ഞാൽ കഴിവില്ല. ഓക്കെ ആണല്ലോ. മെന്റലി ഇല്ലെന്ന് തന്നെയാണ് അതിന്റെ മീനിങ്. ദെൻ 2, when a partner becomes permanently incapable of performing his duties as a partner. എന്താണ്? when a partner becomes, ഒരു പാർട്ണർ എന്തായി മാറുന്നു? they permanently incapable, സ്ഥിരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. he is incapable of performing his duties as a partner. ഒരു പാർട്ണറായിട്ട് ബിസിനസ്സിൽ പെർഫോം ചെയ്യേണ്ട ഡ്യൂട്ടീസ് അയാൾ എന്ത് ചെയ്യുന്നില്ല? ഇൻക്യാപ്പബിൾ ആണ്, കഴിയുന്നില്ല അയാൾക്ക് പെർഫോം ചെയ്യാൻ അയാളുടെ ഡ്യൂട്ടീസ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? ബൈ ദി സ്യൂട്ട്. അതാണ് പാർട്ണർ എന്ത് ചെയ്തുകൊണ്ട്, പെറ്റീഷൻ ഫയൽ ചെയ്തുകൊണ്ട്, കോർട്ട് ഇന്റർവീൻ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും? ഡിസോൾവ് ചെയ്യും. കഥ മനസ്സിലായി? നെക്സ്റ്റ് നോക്കൂ. when a partner is guilty of misconduct affecting the business of the firm. എന്ന് പറഞ്ഞാൽ എന്താണ്? when a person is guilty എന്ന് പറഞ്ഞാൽ തെറ്റുകാരനാണ്. എപ്പോ? of misconduct of affecting the business, ബിസിനസ്സിനെ അഫക്ട് ചെയ്യുന്ന രീതിയിൽ അയാൾ എന്ത് ചെയ്തു? മിസ്കണ്ടക്ട് ചെയ്തു. എന്താണ് മിസ്കണ്ടക്ട്? എഗ്രിമെന്റിന് എതിരായിട്ട് പ്രവർത്തിച്ചു. ഓക്കെ, നമ്മുടെ ബിസിനസ്സിന് എതിരായിട്ട് പ്രവർത്തിച്ചു. അതിൽ അയാൾ എന്താണ് അയാൾ തെറ്റുകാരനാണെന്ന് മനസ്സിലാക്കി. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളവർ എന്ത് ചെയ്യും? കോർട്ടിനെ സമീപിക്കും. എന്ത് ചെയ്യണം? അടച്ചു പൂട്ടണം. അയാളെ കൊണ്ട് പറ്റത്തില്ല, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, when a partner deliberately and consistently commits a breach of agreement. എന്ത് ചെയ്യുകയാണ്? ബ്രീച്ച് ഓഫ് എഗ്രിമെന്റ്. എങ്ങനെയാ ചെയ്യുന്നത്? ഒരു പാർട്ണർ ഡെലിബറേറ്റ്ലി, മനഃപൂർവം, ഓക്കെ, ഇന്റൻഷണലി ആൻഡ് കൺസിസ്റ്റന്റ്ലി, സ്ഥിരമായിട്ട്, ഹി കമ്മിറ്റ്സ് ബ്രീച്ച് ഓഫ് എഗ്രിമെന്റ്. എന്താണ് ബ്രീച്ച് ഓഫ് എഗ്രിമെന്റ്? എഗ്രിമെന്റിന് വിപരീതമായിട്ട് പ്രവർത്തിക്കുക. മനസ്സിലായോ? നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന എഗ്രിമെന്റിന് വിപരീതം, അയാളുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് ബിസിനസിന്റെ പേര് യൂസ് ചെയ്യുക. മനസ്സിലായോ? അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യാം? ഒരു പാർട്ണറിന്റെ പെറ്റീഷനിൽ മേൽ എന്ത് ചെയ്യാം? കോർട്ട് ഇടപെട്ടുകൊണ്ട് ഫേം അടച്ചു പൂട്ടാം. നെക്സ്റ്റ് പോയിന്റ്, when a partner transfers
whole of his interest in the firm to a third party. ഒരു പാർട്ട്ണർ ട്രാൻസ്ഫേഴ്സ് ഹോൾ ഓഫ് ഹിസ് ഇൻട്രസ്റ്റ്, മുഴുവനായിട്ടുള്ള അയാളുടെ താല്പര്യങ്ങൾ, എവിടെ താല്പര്യങ്ങൾ, ബിസിനസിന്റെ താല്പര്യങ്ങൾ അയാൾ എന്ത് ചെയ്യുന്നു, തേർഡ് പാർട്ടി വേറൊരു വ്യക്തിക്ക് കൈമാറുകയാണ്. മനസ്സിലായോ? ആ സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യും, അടച്ചുപൂട്ടാം. ആരിടപെട്ടുകൊണ്ട്? കോർട്ട് ഇടപെട്ടുകൊണ്ട്. ഓക്കെ, നെക്സ്റ്റ്, when a business of the firm cannot be carried on except at a loss. എന്താ, ലോസിലൂടെ അല്ലാതെ, നഷ്ടത്തിലൂടെ അല്ലാതെ ഫേം കണ്ടിന്യൂസ് ആയിട്ട് നഷ്ടത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്, പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ ഒരു പാർട്ണറിന് കോർട്ടിനെ എന്ത് ചെയ്യാം, അപ്രോച്ച് ചെയ്യാം. മനസ്സിലാവുമല്ലോ. ലാസ്റ്റ് പോയിന്റ്, when the court regards it just and equitable to dissolve the firm. നീതിപൂർവമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഫേം അടച്ചുപൂട്ടുന്നത് നീതിയുക്തമാണ് എന്ന് കോർട്ടിന് മനസ്സിലായി, കോർട്ട് എന്ത് ചെയ്യും, വിധിക്കും. ഓക്കെ, എപ്പോഴാണ് അത് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം ബിസിനസ് എന്ന് പറയുന്നത്, പാർട്ണർഷിപ്പ് എന്ന് പറയുന്ന ഒരു എഗ്രിമെന്റിന്റെ പുറത്താണ് പോകുന്നത്, ശരിയല്ലേ? ആ എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ അവർക്കൊരു മ്യൂച്വൽ ട്രസ്റ്റ് ഉണ്ടാവും അവിടെ, അല്ലേ? പരസ്പര വിശ്വാസം ഉണ്ടായിരിക്കണം. അതാണ് നമ്മൾ മ്യൂച്വൽ ഏജൻസിയിൽ പറഞ്ഞത്. അതുപോലെ അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. നമ്മൾ എന്ത് ചെയ്യും, വളർന്നു പോകും, മുന്നോട്ട് തന്നെ നമ്മൾ പോകും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ, ആ ഒരു മ്യൂച്വൽ ട്രസ്റ്റും കോൺഫിഡൻസിലും ബ്രേക്കപ്പ് ഉണ്ടായാൽ, അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ഉണ്ടായാൽ, അല്ലെങ്കിൽ എന്ത് സംഭവിച്ചാൽ, ആ ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെട്ടാൽ, ഓക്കെ, ഇപ്പോൾ എയും ബിയും സിയും 3 പാർട്ണർ ഉണ്ട്. ഓക്കെ, എന്ത് ചെയ്യുന്നു, എയും ബിക്കും മനസ്സിലായി എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് ഇങ്ങനെ പോകാൻ പറ്റുന്നില്ല. ഓക്കെ ആണോ? അവരൊരു മ്യൂച്വൽ ട്രസ്റ്റ് ഒന്നും ഇല്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, പോയി കോർട്ടിനെ എന്ത് ചെയ്യാം, അപ്രോച്ച് ചെയ്യാം. മനസ്സിലായല്ലോ? ഇത്രയും സാഹചര്യങ്ങളിലാണ് എന്ത് സംഭവിക്കുക, കോർട്ട് ഇടപെടുക. ക്ലിയർ ആണേ? 5 മോഡ്സ് ഓഫ് ഡിസൊല്യൂഷൻ പറഞ്ഞു. ഓക്കെ ആണല്ലോ? ഇത് എക്സാമിന് ചോദിക്കാം, തീർച്ചയായിട്ടും ചോദിക്കാം. താഴെ പറയുന്നവയിൽ ഏതാണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പിന് എക്സാമ്പിൾ അല്ലാത്തത് ഏത് എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പോയിന്റ് ഏതിൽ നിന്ന് വേണോ ചോദിക്കുക. അതുകൊണ്ട് തന്നെ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണല്ലോ? ഓക്കെ ആണേ? നെക്സ്റ്റ് പോയിന്റ് പറയാം. നമുക്ക് ഡിസൊല്യൂഷൻ സമയത്ത് അക്കൗണ്ട്സ് ഒക്കെ സെറ്റിൽ ചെയ്യണ്ടേ? നോക്കിക്കോളൂ, നമ്മൾ അഡ്മിഷനും റിട്ടയർമെന്റും പറഞ്ഞതുപോലെയല്ല, കുറച്ച് ഡീറ്റെയിൽഡ് ആണ്. സോ പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്കാണ് നമ്മൾ അത്രയും ഡീറ്റെയിൽഡേക്ക് പോകുന്നത്. നമ്മളിവിടെ പറയുന്നത് ജസ്റ്റ് എക്സാമിന് വേണ്ടിയിട്ട്, എക്സാം ഓറിയന്റഡ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പോകുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ സെറ്റിൽമെന്റ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ പ്രധാനമായും ഡിസൊല്യൂഷൻ സമയത്ത് 3 അക്കൗണ്ടുകളാണ് പ്രിപ്പയർ ചെയ്യുക. ഫസ്റ്റ് വൺ റിയലൈസേഷൻ അക്കൗണ്ട്, സെക്കൻഡ് വൺ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, തേർഡ് വൺ ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. ഏതൊക്കെയാ? റിയലൈസേഷൻ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ഏത് പറഞ്ഞോളൂ, ക്യാഷ് ആൻഡ് ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, അതിനു മുന്നേ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഡിസൊല്യൂഷൻ സമയത്ത് ചെയ്യുന്ന കഥയാണ് പറയുന്നത്, കേൾക്കുക. ഇറ്റ് ഹാസ് ടു ഡിസ്പോസ് ഇറ്റ്സ് അസറ്റ്സ്. അസറ്റുകൾ വിൽക്കും. ഒന്നാമത്തെ കേസ് ഓർത്ത് വെക്കുക, അസറ്റുകൾ വിൽക്കും. 2, പേ ഓഫ് ദ ലയബിലിറ്റി. ബാധ്യതകൾ എന്ത് ചെയ്യും? കൊടുത്തു തീർക്കും. ഓക്കെ, എന്നിട്ട് ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാർട്ട്നേഴ്സ് എന്ത് ചെയ്യും? കൊണ്ട് ലയബിലിറ്റി, ബാധ്യതകൾ തീർക്കുന്നു. എന്നിട്ടും എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ പാർട്ട്നേഴ്സ് ഷെയർ ചെയ്തെടുക്കും. ക്ലിയർ ആണല്ലോ? 3 അക്കൗണ്ടുകളാണ് പ്രിപ്പയർ ചെയ്യുക. റിയലൈസേഷൻ അക്കൗണ്ട്. എന്താണ് റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് ചോദിച്ചാൽ, റിയലൈസേഷൻ അക്കൗണ്ട് ഈസ് എ നോമിനൽ അക്കൗണ്ട്. നമുക്കറിയാം നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ, നോമിനൽ അക്കൗണ്ടിന്റെ ബാലൻസ് എപ്പോഴും ഒന്നുകിൽ പ്രോഫിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ലോസ് ആയിരിക്കും. ഓക്കെ ആണല്ലോ? നോമിനൽ അക്കൗണ്ട് ആണ് റിയലൈസേഷൻ അക്കൗണ്ട്. എക്സാമിന് ചോദിക്കാം. ഓക്കെ, ചോദിച്ചിട്ടുണ്ട്. നോമിനൽ അക്കൗണ്ട് ആണ്. പ്രിപ്പയർഡ് ടു ക്ലോസ് ദി അക്കൗണ്ട്സ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. എന്തിനു വേണ്ടിയിട്ടാണ് റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നോക്കിക്കോളൂ, പ്രിപ്പയർഡ് ടു ക്ലോസ് ദി അക്കൗണ്ട്സ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. അസറ്റുകളും ലയബിലിറ്റീസും ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ജസ്റ്റ് കേട്ടിരുന്നാൽ മതി, ജസ്റ്റ് ഞാൻ അക്കൗണ്ട്സ് വരച്ച് കാണിച്ചു തരാം. ഓക്കെ, ഏതൊക്കെ ക്ലോസ് ചെയ്യുക? അസറ്റും ലയബിലിറ്റീസും ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ടു ഫൈൻഡ് ഔട്ട് ദി പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ റിയലൈസേഷൻ. റിയലൈസേഷൻ സംഭവിക്കുമ്പോൾ അസറ്റ് വിൽക്കുന്നു, ലയബിലിറ്റി കൊടുത്തു തീർക്കുന്നു. ആ സാഹചര്യങ്ങൾ, ആ ആക്ടിവിറ്റീസ് നടക്കുമ്പോൾ ബിസിനസ്സിന് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് മനസ്സിലാക്കുക. ക്ലിയർ ആയില്ല?
ആദ്യം നമ്മൾ എന്ത് ചെയ്യും? റിയലൈസേഷൻ അക്കൗണ്ടിൽ നമ്മൾ ചെയ്യുന്നത് അസറ്റുകളെല്ലാം ക്ലോസ് ചെയ്യും, ലയബിലിറ്റീസ് എല്ലാം ക്ലോസ് ചെയ്യും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അസറ്റുകളെല്ലാം വിൽക്കും. റിയലൈസേഷൻ ഓഫ് അസറ്റ് വിൽക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? ലയബിലിറ്റി കൊടുത്തു തീർക്കും. ആദ്യം നമ്മൾ എന്താ ചെയ്തത്? അക്കൗണ്ട്സിൽ അസറ്റുകളെല്ലാം ക്ലോസ് ചെയ്തു, ദെൻ ലയബിലിറ്റീസ് എല്ലാം ക്ലോസ് ചെയ്തു. ആദ്യം അസറ്റ് ക്ലോസ് ചെയ്തു, രണ്ടാമത് ലയബിലിറ്റി ക്ലോസ് ചെയ്തു. ഓക്കെ ആണല്ലോ? അസറ്റ് വിറ്റ് കിട്ടുന്ന കാശ് നമ്മൾ എവിടെ കാണിക്കും? റിയലൈസേഷൻ അക്കൗണ്ടിൽ കാണിച്ചു. ഓക്കെ, ദെൻ ലയബിലിറ്റി കൊടുത്ത കാര്യം നമ്മൾ എവിടെ കാണിച്ചു? റിയലൈസേഷൻ അക്കൗണ്ടിൽ കാണിച്ചു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? റിയലൈസേഷൻ അക്കൗണ്ടിന് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് മനസ്സിലാക്കും. ഓക്കെ, ഈ 4 സാഹചര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ആദ്യം എന്ത് ചെയ്യുന്നു? അസറ്റ് ക്ലോസ് ചെയ്യുന്നു, 2 ലയബിലിറ്റി ക്ലോസ് ചെയ്യുന്നു, 3 അസറ്റ് വിൽക്കുന്നു, 4 ലയബിലിറ്റീസ് കൊടുത്തു തീർക്കുന്നു. ഓക്കെയാണ്? ഓക്കെയാണ്. അപ്പോൾ നോക്കിക്കോളൂ, അസറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ എല്ലാ അസറ്റുകളും നമ്മൾ ക്ലോസ് ചെയ്യത്തില്ല. ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. അത് നോക്കിക്കോളൂ, ഇതൊരു അക്കൗണ്ട് ആണെന്ന് വെച്ചോളൂ. ഏത് അക്കൗണ്ടാണ്? റിയലൈസേഷൻ അക്കൗണ്ടാണ്. ഇത് ക്രെഡിറ്റ് സൈഡ്, ഡെബിറ്റ് സൈഡ്. ഓക്കെ, അസറ്റുകളെല്ലാം ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഓരോ അസറ്റും ബാലൻസ് ഷീറ്റിൽ നോക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് സൈഡിൽ ഓരോ അസറ്റിൻ്റെ പേര് എഴുതും. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഇത്ര രൂപ, ദെൻ ഫർണിച്ചർ ഇത്ര രൂപ, ഡെപ്റ്റേഴ്സ് ഇത്ര രൂപ, അത് എഴുതി വെക്കുക. അതാണ് ക്ലോസിംഗ് എന്ന് പറയുന്നത്, വേറെ ഒന്നുമില്ല. ഓക്കെ, ലയബിലിറ്റീസ് എല്ലാം ക്രെഡിറ്റ് സൈഡിലും ക്ലോസ് ചെയ്യും. ഓക്കെ ആണല്ലോ? അങ്ങനെ അസറ്റുകൾ ക്ലോസ് ചെയ്യുമ്പോൾ 2 അസറ്റുകൾ നമ്മൾ എന്ത് ചെയ്യത്തില്ല? 2 അസറ്റുകൾ നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല. ഏതൊക്കെയാണ് 2 അസറ്റുകൾ എന്നറിയോ? ഓക്കെ, ഏതൊക്കെയാണ് 2 അസറ്റുകൾ? ക്യാഷ്, ബാങ്ക്, ഫിക്റ്റീഷ്യസ് അസറ്റ്. ഏതൊക്കെ നമ്മൾ ഒഴിവാക്കും? ക്യാഷ്, ബാങ്ക്, ഫിക്റ്റീഷ്യസ് അസറ്റ് ഒഴികെയുള്ള എല്ലാ അസറ്റുകളും എടുത്ത് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. ഏത് സൈഡിൽ കാണിക്കും? ഡെബിറ്റ് സൈഡിൽ കാണിക്കും. എക്സാമിന് ചോദിച്ചതാണ്. എല്ലാ അസറ്റുകളും എവിടെ കാണിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏത് സൈഡിൽ കാണിക്കണം? ഡെബിറ്റ് സൈഡിൽ കാണിക്കും. അല്ലേ? അസറ്റുകളെല്ലാം പറക്കി നമ്മൾ എവിടെ കാണിക്കും? ഡെബിറ്റ് സൈഡിൽ കാണിക്കും. അങ്ങനെ നമ്മൾ അസറ്റുകൾ എഴുതുമ്പോൾ ഏതൊക്കെ അസറ്റുകൾ ഒഴിവാക്കും? ക്യാഷ്, ബാങ്ക്, ഫിക്റ്റീഷ്യസ് അസറ്റ്. എന്താണ് ഫിക്റ്റീഷ്യസ് അസറ്റ്? ഇതൊരു ടൈപ്പ് ഓഫ് അസറ്റ് ആണ്. ബട്ട് this asset does not have any real value. എന്തില്ല? ഒരു റിയൽ വാല്യൂ ഇല്ല. ബട്ട് ഡ്യൂ ടു സം ടെക്നിക്കൽ റീസൺ വി ഹാവ് ടു ഷോൺ ദിസ് ഫിക്റ്റീഷ്യസ് അസറ്റ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ എന്ത് ചെയ്യും? ടെക്നിക്കൽ റീസൺസ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? കാണിക്കും. ഓക്കെ, എവിടെ കാണിക്കുമെന്ന് ചോദിച്ചാൽ അതൊരു പോയിന്റ് ആണ്. ജസ്റ്റ് എവിടെ നോട്ട് ചെയ്തോളൂ. ഫിക്റ്റീഷ്യസ് അസറ്റ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡ് കാണിക്കും. ഏത് സൈഡ് കാണിക്കണം? ഫിക്റ്റീഷ്യസ് അസറ്റ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡ് കാണിക്കും. ഓക്കെ, ഓക്കെ, നോക്കിക്കോളൂ. അണ്ടർ ദ ഹെഡിങ് മിസലേനിയസ് എക്സ്പെൻസസ്. അണ്ടർ ദ ഹെഡിങ് മിസലേനിയസ് എക്സ്പെൻസസ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയല്ലോ? എന്താ പറഞ്ഞത്? ഫിക്റ്റീഷ്യസ് അസറ്റ്സ്, ദോസ് അസറ്റ്സ് വിച്ച് ഡു നോട്ട് ഹാവ് any real value or resale value, but due to some technical reason we have to shown this item or this asset in the asset side of balance sheet. Okay ആണല്ലോ? under the heading miscellaneous expenditures. under the heading miscellaneous expenditures. Okay ആണല്ലോ? ഫോർ എക്സാമ്പിൾ 2-3 എക്സാമ്പിളും കൂടെ എഴുതി വെച്ചോളൂ. എന്താണെന്നൊക്കെ പറയണമെങ്കിൽ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. ജസ്റ്റ് എഴുതി വെക്കുക. ഒന്നാമത്തെ എക്സാമ്പിൾ ആണ് പ്രിലിമിനറി എക്സ്പെൻസസ്. ഏതിന് എക്സാമ്പിൾ ആണ്? ഫിക്റ്റീഷ്യസ് അസറ്റിന് എക്സാമ്പിൾ ആണ്. 2 അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ. ഏതിന് എക്സാമ്പിൾ ആണ്? ഏതിന് എക്സാമ്പിൾ ആണ്? ഫിക്റ്റീഷ്യസ് അസറ്റിന് എക്സാമ്പിൾ ആണ്. അതുപോലെ അഡ്വർടൈസിംഗ് എക്സ്പെൻസസ് ഏതിന് എക്സാമ്പിൾ ആണ്? ഏതിന് എക്സാമ്പിൾ ആണ്? ഫിക്റ്റീഷ്യസ് അസറ്റിന്. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ഏതിന് എക്സാമ്പിൾ ആണ്? ഫിക്റ്റീഷ്യസ് അസറ്റിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞത്? എല്ലാ അസറ്റുകളും നമ്മൾ ഏത് സൈഡിലേക്ക്? ഡെബിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അല്ലേ? ഏതൊക്കെ ഒഴികെ? ക്യാഷും ഫിക്റ്റീഷ്യസ് അസറ്റും ഒഴികെ. ഓക്കെ, ഇനി നോക്കൂ. ഓൾ എക്സ്റ്റേണൽ ലയബിലിറ്റീസ് ആർ ട്രാൻസ്ഫേർഡ് ടു ദി ക്രെഡിറ്റ് സൈഡ്. എല്ലാ എക്സ്റ്റേണൽ ലയബിലിറ്റീസും നമ്മൾ എവിടെ കാണിക്കണം? ക്രെഡിറ്റ് സൈഡ് കാണിക്കും. എന്താണ് എക്സ്റ്റേണൽ ലയബിലിറ്റി? എക്സ്റ്റേണൽ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ബിസിനസ്സിന് പുറത്ത് കൊടുക്കാനുള്ള ബാധ്യതകൾ. അല്ലേ? ലയബിലിറ്റീസ്, ഇന്റേണൽ ലയബിലിറ്റീസ് ഉണ്ടാവും, എക്സ്റ്റേണൽ ലയബിലിറ്റീസ് ഉണ്ടാവും. ഓക്കെ, എക്സ്റ്റേണൽ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് പുറത്ത് കൊടുക്കാനുള്ള ബാധ്യതകൾ. ഇന്റേണൽ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ പാർട്ണറിന്റെ കയ്യിൽ നിന്ന് ലോൺ എടുത്തു ബിസിനസ്. അല്ലേ? അപ്പോൾ പാർട്ണറിന് കൊടുത്താൽ പോരെ? പാർട്ണർ ബിസിനസ്സിലുള്ള ആളല്ലേ? അതൊരു ഇന്റേണൽ ലയബിലിറ്റിയാണ്. പക്ഷേ
പാർട്ണറിന്റെ വൈഫിന്റെ കയ്യിൽ നിന്ന് ലോൺ എടുത്തു, അതെന്താണ്? ഒരു ഔട്ട്സൈഡ് പേഴ്സൺ ആണ്, അതൊരു എക്സ്റ്റേണൽ ലയബിലിറ്റി ആണ്. ആ ഒരു ഡിഫറൻസ് മാത്രം മനസ്സിലാക്കിയിരുന്നാൽ മതി. പാർട്ണറിന്റെ കയ്യിൽ നിന്ന് ലോൺ എടുത്താൽ അതൊരു ഇന്റേണൽ ലയബിലിറ്റി, പാർട്ണറിന്റെ വൈഫിന്റെ കയ്യിൽ നിന്ന് ലോൺ എടുത്താൽ അതൊരു എക്സ്റ്റേണൽ ലയബിലിറ്റി ആണ്. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, എമൗണ്ട്സ് റിയലൈസ്ഡ് ആർ എമൗണ്ട്സ് റിയലൈസ്ഡ് ആർ ക്രെഡിറ്റഡ് എന്ന് പറഞ്ഞാൽ അസറ്റ് വിൽക്കത്തില്ലേ? അസറ്റ് വിൽക്കുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് ക്യാഷ് വരത്തില്ലേ? ആ ക്യാഷിനെ എവിടെ കാണിക്കും? ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. ഇനി ലയബിലിറ്റി കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോകത്തില്ലേ? ആ പോകുന്ന കാശ് നമ്മൾ എവിടെ കാണിക്കും? ഡെബിറ്റ് സൈഡിൽ കാണിക്കും. ഏത് അക്കൗണ്ടിന്റെ? റിയലൈസേഷൻ അക്കൗണ്ട്. അതിനുശേഷം പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് ഉണ്ടെങ്കിൽ, ഏതുണ്ടെങ്കിൽ? പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും? ക്രെഡിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഏത് സൈഡിലേക്ക്? ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങോട്ട് മാറ്റും? ക്രെഡിറ്റ് സൈഡ് ഓഫ് റിയലൈസേഷൻ അക്കൗണ്ട്. അതുപോലെ റിയലൈസേഷൻ എക്സ്പെൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എവിടെ കാണിക്കും? ഡെബിറ്റ് സൈഡ് ഓഫ് ഏത് അക്കൗണ്ട്? റിയലൈസേഷൻ അക്കൗണ്ട്. ഡെബിറ്റ് സൈഡ് ഓഫ് റിയലൈസേഷൻ അക്കൗണ്ട്. ക്ലിയർ ആയല്ലോ? പറഞ്ഞ ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. എന്താ പറഞ്ഞത്? അസറ്റ് വിൽക്കുമ്പോൾ ഏത് സൈഡ്? ക്രെഡിറ്റ് സൈഡ്. ലയബിലിറ്റി കൊടുക്കുമ്പോൾ ഡെബിറ്റ് സൈഡ്. ദെൻ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് സൈഡ്. ദെൻ റിയലൈസേഷൻ എക്സ്പെൻസ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡ്. ഓക്കെ ആണോ? ഞാൻ അക്കൗണ്ട് വരച്ച് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ദെൻ അടുത്തത്, the account is closed by transferring the profit or loss to the partner's capital account. റിയലൈസേഷൻ അക്കൗണ്ടിന്റെ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും നമ്മളത് മനസ്സിലാക്കിയിട്ട് ബാലൻസ് ചെയ്തിട്ട് അത് എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക്. അപ്പോൾ ഇങ്ങോട്ട് നോക്കിക്കോളൂ, നമ്മളൊരു റിയലൈസേഷൻ അക്കൗണ്ട് ചെയ്യുകയാണ്. ഇത് ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ്. നോക്കുക, അക്കൗണ്ട് വരയ്ക്കുമ്പോൾ കുറച്ചുകൂടി സിമ്പിളായിട്ട് മനസ്സിലാവും. ഓക്കെ, ആദ്യം നമ്മൾ പറഞ്ഞത് എല്ലാ അസറ്റുകളും ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. അപ്പോൾ നമ്മൾ എല്ലാ അസറ്റുകളും ഡെബിറ്റ് സൈഡിൽ കാണിക്കും. എമൗണ്ടുകളെല്ലാം എഴുതും. അസറ്റ്സ് എന്ന് പറഞ്ഞല്ല എഴുതുന്നത്, ഓരോ അസറ്റിൻ്റെയും പേര് താഴെ താഴെ എഴുതും. മനസ്സിലായോ? അതുപോലെ എല്ലാ ലയബിലിറ്റീസും നമ്മൾ ഏത് സൈഡിൽ ക്ലോസ് ചെയ്യും? ക്രെഡിറ്റ് സൈഡിൽ ക്ലോസ് ചെയ്യും. പഠിച്ചാ? All assets are closed by transferring to the debit side of realization account and all liabilities are on the credit side. ക്ലിയർ ആയോ? എല്ലാ അസറ്റുകളും കാണിക്കുമ്പോൾ ക്യാഷ്, ബാങ്ക്, ഫിക്റ്റീഷ്യസ് അസറ്റ് എഴുതത്തില്ല. ലയബിലിറ്റീസ് നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ ഏത് എഴുതത്തില്ല? എക്സ്റ്റേണൽ ലയബിലിറ്റീസ് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ക്ലോസ് ചെയ്യത്തുള്ളൂ. ഇത് രണ്ടും മനസ്സിലാക്കിയിട്ടാണ് ബാക്കിയുള്ളത് നമ്മൾ പഠിക്കുക. നോക്കിയിരിക്കണേ. അപ്പോൾ അസറ്റ് എവിടെയാണോ ക്ലോസ് ചെയ്തത്, അസറ്റ് ക്ലോസ് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അസറ്റ് വിറ്റ കഥ കാണിക്കും. മനസ്സിലായ? അസറ്റ് ക്ലോസ് ചെയ്തതിന്റെ ഓപ്പോസിറ്റ് സൈഡ്, അതായത് ക്രെഡിറ്റ് സൈഡിൽ അസറ്റ് വിൽക്കുമ്പോൾ കാണിക്കും. അസറ്റ് വിൽക്കുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് ക്യാഷ് വരും. അപ്പോൾ നമ്മൾ എന്തെന്ന് എഴുതണം? ക്യാഷ് എന്ന് എഴുതണം. അതുപോലെ ലയബിലിറ്റീസ് എവിടെയാണോ ക്ലോസ് ചെയ്തത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ലയബിലിറ്റീസ് കൊടുക്കുന്ന കഥകൾ കാണിക്കണം. ലയബിലിറ്റീസ് കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകും, അതുകൊണ്ട് ക്യാഷ് എന്ന് എഴുതണം. ക്ലിയർ ആയ? അതുപോലെ അസറ്റ് വിറ്റപ്പോൾ നമ്മൾ ക്യാഷ് എന്ന് എഴുതി. ചില സമയങ്ങളിൽ അസറ്റ് വിൽക്കത്തില്ല. എന്ത് ചെയ്യും? അസറ്റ് ഒരു പാർട്ട്ണർ എടുത്തുകൊണ്ട് പോകും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അസറ്റ് ഒരു പാർട്ട്ണർ എടുത്തുകൊണ്ട് പോയാൽ നമുക്ക് ക്യാഷ് എന്ന് എഴുതാൻ പറ്റുമോ? പറ്റത്തില്ല. പകരം ആരാണോ എടുത്തുകൊണ്ട് പോകുന്നത് ആ പാർട്ട്ണറിന്റെ പേര് എഴുതും. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞെഴുതും. മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ, ABC എന്ന് പറയുന്ന 3 പാർട്ട്ണറാണ്. B ആണ് ഒരു അസറ്റ് എടുത്തുകൊണ്ട് പോകുന്നതെങ്കിൽ ബീസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞെഴുതും. ക്ലിയർ ആണ്? ഇനി അതുപോലെ ലയബിലിറ്റി എന്ന് പറഞ്ഞു നോക്കിയേ. ലയബിലിറ്റി കൊടുക്കുമ്പോൾ ക്യാഷ് പോയി എന്ന് പറഞ്ഞ് ഡെബിറ്റ് സൈഡിൽ കാണിക്കും. പക്ഷേ ഒരു ലയബിലിറ്റി ഒരു പാർട്ട്ണർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആരെ പേരെഴുതും? പാർട്ട്ണറിന്റെ പേര്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് കാണിക്കും. ക്ലിയർ ആണ്? ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. ഓക്കെ ആണേ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കഥകൾ, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ്, പ്രൊവിഷൻ എന്ന് തന്നെ പറഞ്ഞ് നമ്മൾ എവിടെ കാണിക്കും? ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും, എമൗണ്ട് കാണിക്കും. അതുപോലെ റിയലൈസേഷൻ എക്സ്പെൻസ് ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. റിയലൈസേഷൻ എക്സ്പെൻസ് ഡെബിറ്റ് സൈഡിൽ കാണിക്കുമ്പോൾ എക്സ്പെൻസ് നമ്മൾ മീറ്റ് ചെയ്തതായിട്ട് കാണിക്കണം. മീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് പോയി? ക്യാഷ് പോയി. സോ നമ്മൾ ക്യാഷ് എന്ന് പറഞ്ഞ് കാണിക്കും. ക്ലിയർ ആണല്ലോ? ഏറ്റവും ലാസ്റ്റ് നമ്മൾ അക്കൗണ്ട് ബാലൻസ് ചെയ്യും. അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡിൽ ബാലൻസ് വന്നാൽ ഈ ബാലൻസ് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഈ പ്രോഫിറ്റ് ആരൊക്കെ വിധിച്ചെടുക്കും? ഓൾ പാർട്ട്നേഴ്സ്, എല്ലാ പാർട്ട്നേഴ്സും എന്ത് ചെയ്യും? വിധിച്ചെടുക്കും. ക്ലിയർ ആയോ? ഇപ്പോൾ പ്രോഫിറ്റ് ആണെങ്കിൽ എല്ലാ പാർട്ട്നേഴ്സും വീതിച്ചെടുക്കും, ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ. ലോസ് ആണെങ്കിലോ ഡെബിറ്റ് സൈഡിലേക്കും ട്രാൻസ്ഫർ ചെയ്യും. ക്ലിയർ ആണല്ലോ?
അടുത്തത് നമ്മൾ ഏത് പ്രിപ്പയർ ചെയ്യുമെന്ന് ചോദിച്ചാൽ ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് പാർട്ട്നേഴ്സ് പ്രിപ്പയർ ചെയ്യും. അടുത്ത അക്കൗണ്ട് ഏതാണ്? ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ആദ്യത്തെ അക്കൗണ്ട് ഏതായിരുന്നു? റിയലൈസേഷൻ അക്കൗണ്ട്. രണ്ടാമത്തെ അക്കൗണ്ടിന്റെ പേരാണ് ക്യാപിറ്റൽ അക്കൗണ്ട്. പ്രധാനമായും 3 അക്കൗണ്ടുകളാണ് ഡിസൊല്യൂഷൻ സമയത്ത് പ്രിപ്പയർ ചെയ്യുക. ഏതൊക്കെയാണ്? റിയലൈസേഷൻ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ക്യാഷ് അക്കൗണ്ട്. ഓക്കെ, ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, ഇനി ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെയാണ്. എന്ത് ചെയ്യുന്നു? റിസർവ് ഉണ്ടെങ്കിൽ, ജനറൽ റിസർവ് ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് സൈഡ് കാണിക്കും. ജനറൽ റിസർവ് ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് സൈഡ് കാണിക്കും. അതുപോലെ ഏത് കാണിക്കുന്നു? വെൻ എ ലയബിലിറ്റി അസ്യൂംഡ് ബൈ എ പേഴ്സൺ, ഒരു ബാധ്യത, ഒരു ലയബിലിറ്റി ഒരു പാർട്ട്ണർ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ആ പാർട്ട്ണറിന്റെ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. ഏത് അക്കൗണ്ടിന്റെ? ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. ഇപ്പോൾ ബി ആണ് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞത്? ഒരു ലയബിലിറ്റി മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ബീസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് നമ്മൾ എവിടെ കാണിക്കും? ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. കാണിക്കോ? കാണിക്കത്തില്ല. പകരം എന്തെന്ന് പറഞ്ഞ് കാണിക്കും? റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞ് എവിടെ കാണിക്കും? ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. എന്തുകൊണ്ട് അങ്ങനെ കാണിക്കുമെന്ന് ചോദിച്ചാൽ അതുകൂടി പറഞ്ഞു തരാം. ഒരു അക്കൗണ്ടിലും നിങ്ങൾ കേട്ടിരിക്കുക, ഒരു അക്കൗണ്ടിലും ആ അക്കൗണ്ടിന്റെ പേര് നമ്മൾ അകത്ത് എഴുതത്തില്ല. ഓക്കെ, ഒരിക്കലും ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല? ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യത്തില്ല? ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് എഴുതത്തില്ല. അത് ഷെയർ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് എഴുതുന്നത്. അതുപോലെ ക്യാഷ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ക്യാഷ് അക്കൗണ്ടിന്റെ അകത്ത് നമ്മൾ ഒരിക്കലും ക്യാഷ് എന്നോ ബാങ്ക് എന്നോ എഴുതത്തില്ല. ഓക്കെ ആണോ? അതുപോലെ റിയലൈസേഷൻ അക്കൗണ്ടിനകത്ത് നമ്മൾ ഒരിക്കലും എന്തെന്ന് എഴുതത്തില്ല? റിയലൈസേഷൻ എന്ന് എഴുതത്തില്ല. ഓക്കെ, അത് ജസ്റ്റ് മനസ്സിൽ വെച്ചിരുന്നാൽ മതി. അപ്പോൾ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഒരു ലയബിലിറ്റി ഒരു പാർട്ട്ണർ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ. അതുപോലെ ഒരു അസറ്റ് ഒരു പാർട്ണർ എടുത്തുകൊണ്ട് പോയാൽ അപ്പോൾ എവിടെ കാണിക്കും? ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. ഏത് സൈഡിൽ കാണിക്കണം? ഡെബിറ്റ്. ലയബിലിറ്റി ഒരു പാർട്ണർ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ്. ഏതെങ്കിലും ഒരെണ്ണം ആലോചിച്ചിരുന്നാൽ മതി. ലയബിലിറ്റി മീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ്. ഓക്കെ, അസറ്റ് ഒരു പാർട്ണർ എടുത്തുകൊണ്ട് പോയാൽ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഡെബിറ്റ്. ഓക്കെ ആണല്ലോ? അത്രയേ ഉള്ളൂ. ഇനി അടുത്ത അക്കൗണ്ട് ആണ് ഏത് അക്കൗണ്ട്? ക്യാഷ് അക്കൗണ്ട് ഒരു ബാങ്ക് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. എവിടെ പഠിക്കുമെന്ന് ചോദിച്ചാൽ അക്കൗണ്ട്സിൽ പഠിക്കും, അക്കൗണ്ടൻസിയിൽ പഠിക്കും. ക്യാഷ് ബുക്ക് ഇല്ലേ, സിംഗിൾ കോളം, ഡബിൾ കോളം, ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക് ഒക്കെ അവിടെ പഠിക്കാം നമുക്ക്. അപ്പോൾ ക്യാഷ് ബുക്ക്, ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ലാസ്റ്റ് അക്കൗണ്ട് which is to be closed. എന്ത് ചെയ്യണം? അവസാനം ഡിസൊല്യൂഷൻ ഓഫ് ദ ഫേമിന്റെ അവസാനം നമ്മൾ പ്രിപ്പയർ ചെയ്ത് ക്ലോസ് ചെയ്യുന്ന അക്കൗണ്ടാണ് ക്യാഷ് അക്കൗണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്? ബിസിനസ് ഇനി ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം നമ്മൾ ഇനി ബിസിനസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? ക്യാഷ് അക്കൗണ്ട് വരച്ച് അക്കൗണ്ട് ക്ലോസ് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ക്യാഷ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് മസ്റ്റ് ബി ഈക്വൽ ടു ദി ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി ക്യാഷ് അക്കൗണ്ട്. ഓക്കെ, ക്യാഷ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഈക്വൽ ആയിരിക്കണം. ക്ലിയർ ആണ്. ജസ്റ്റ് നോക്കിക്കോളൂ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന്. ഒരു ക്യാഷ് അക്കൗണ്ടിന്റെ ജസ്റ്റ് ഫോർമാറ്റ് മാത്രമാണ് പറയുന്നത്. കേട്ടിരിക്കുക. ഓക്കെ ആണ്. ഡെബിറ്റ്, ക്രെഡിറ്റ്. ഓക്കെ, ക്യാഷ് അക്കൗണ്ട് ആണ്. ഡെബിറ്റ് കോളത്തിൽ നമ്മൾ എഴുതി. റെസിപ്റ്റുകളെല്ലാം ഡെബിറ്റ് സൈഡിലും, പേയ്മെന്റുകളെല്ലാം ഏത് സൈഡിലും കാണിക്കും? ക്രെഡിറ്റ് സൈഡിലും കാണിക്കും. മനസ്സിലായോ? ഇപ്പോൾ റെസിപ്റ്റുകളെല്ലാം എവിടെ കാണിക്കും? ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. പേയ്മെന്റുകളെല്ലാം ക്രെഡിറ്റ് സൈഡ് ഡീറ്റെയിൽ ആയിട്ടൊന്നും വേണ്ട. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും മാത്രം ആലോചിക്കുക. ഇതാണൊരു ക്യാഷ് അക്കൗണ്ട് വരയ്ക്കുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗാർണർ വേഴ്സസ് മുറേ ഡിസിഷൻ എന്ന് പറയും. എന്താണ് ഗാർണർ വേഴ്സസ് മുറേ ഡിസിഷൻ? ഡീറ്റെയിൽഡ് ആയിട്ടൊന്നുമില്ല, പക്ഷെ ഒരു ഇമ്പോർട്ടന്റ് കേസ് ആയതുകൊണ്ട് ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. അതിന്റെ മെയിൻ ആയിട്ടുള്ള സംഗതി മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും നോക്കണ്ട. പ്രോബ്ലം ചെയ്യുമ്പോൾ മാത്രം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിസിഷൻ ആണ്, ഒരു തീരുമാനമാണ് ഇത് ഗാർണർ വേഴ്സസ് മുറേ ഡിസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? കഥ ഇത്രയേ ഉള്ളൂ. ഇത് 3 പാർട്ണറാണ്. ഗാർണർ എന്നും മുറേ എന്നും ഒരു പാർട്ണറിന്റെ പേര് കൂടിയുണ്ട്. ഏതാ? വിൽക്കിൻസ് എന്ന് പറയുന്ന 3 പാർട്ണേഴ്സ് ഉണ്ടായിരുന്നു. ഇതൊരു ബ്രിട്ടീഷ് റൂളാണ്. ഓക്കെ, ഒരു ബ്രിട്ടീഷ് കേസാണ്. 1904 ബ്രിട്ടനിൽ നടന്ന ഒരു കേസാണ്. ഓക്കെ, അതൊരു പാർട്ണർഷിപ്പ് ഫേമിൽ അവർ 3 പേരും ആയിരുന്നു അല്ലേ. ഇടയ്ക്ക് വെച്ചിട്ട് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ വിൽക്കിൻസ് എന്ന് പറയുന്ന പാർട്ണർ എന്ത് സംഭവിക്കും? ഇൻസോൾവന്റ് ആവും. എന്താവും? ഇൻസോൾവന്റ് ആവും. അപ്പോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അതിൽ നിന്ന് ചോദിക്കുന്നത് പഠിക്കൂ. ഏത്? ഗാർണർ വേഴ്സസ് മുറേ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഡിസിഷൻ അപ്ലൈ ചെയ്യുന്നത് എപ്പോൾ മാത്രമാണ്? ഇൻസോൾവൻസി ഓഫ് എ പാർട്ണർ. ഒരു പാർട്ണർ ഇൻസോൾവന്റ് ആവുമ്പോഴത്തേക്കാണ് എന്ത് ചെയ്യുന്നത്? ഗാർണർ വേഴ്സസ് മുറേ ഡിസിഷൻ
അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഗാർണർ വേഴ്സസ് മുറേ ഡിസിഷൻ ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. അതായത് ഡിസൊല്യൂഷൻ സമയത്ത് ഒരു പാർട്ണർ എന്ത് ചെയ്യണം? ബിസിനസ്സിന് എന്തെങ്കിലും ഡെപ്റ്റ് ഉണ്ടെങ്കിൽ അത് മീറ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെ മീറ്റ് ചെയ്യാൻ അയാൾക്ക് കഴിയാത്ത അവസ്ഥ വരും. എപ്പോഴാണ് കഴിയാത്ത അവസ്ഥ വരുന്നത്? ചിലപ്പോൾ അയാളെ എന്തായിട്ട് മാറ്റും? ഇൻസോൾവൻ്റ് ആയിട്ട് അഡ്ജൂഡിക്കേറ്റ് ചെയ്യും കോർട്ട്. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഡെപ്റ്റ് മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണ്? അയാൾ പാപ്പരായി. അതായത് കോർട്ട് എന്ത് ചെയ്തു? അഡ്ജൂഡിക്കേറ്റ് ചെയ്തു. ആരെ? വിൽക്കിൻസിനെ എന്ത് ചെയ്തു? ഒരു ഇൻസോൾവൻ്റ് ആയിട്ട് അഡ്ജൂഡിക്കേറ്റ് ചെയ്തു. സോ ഹി കനോട്ട് ബ്രിങ് എനി എമൗണ്ട് ഓക്കെ ഫ്രം ഹിസ് പ്രോപ്പർട്ടി. അല്ലേ, പ്രോപ്പർട്ടി വിറ്റിട്ട് അയാൾക്കൊന്നും കൊണ്ടുവരാൻ പറ്റുന്നില്ല. ആ സമയത്ത് ബിസിനസ്സിൽ ഉണ്ടാകുന്ന ലോസ് ആരൊക്കെ മീറ്റ് ചെയ്തുകൊള്ളണം? ആരുടെ ലോസ്? വിൽക്കിൻസ് മൂലം ഉണ്ടാകുന്ന ലോസ് എന്ത് ചെയ്തുകൊള്ളണം? ബാക്കിയുള്ള പാർട്ട്നേഴ്സ് ഷെയർ ചെയ്തു കൊള്ളണം. ഓക്കെ, ഏത് റേഷ്യോയിൽ ഷെയർ ചെയ്യണമെന്ന് ചോദിച്ചാൽ അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഏതാ? ഇൻ ദി റേഷ്യോ ഓഫ് ദെയർ ക്യാപിറ്റൽസ്. ഓക്കെ, ഈ ഒരു കേസിൽ വിൽക്കിൻസിന് മൂലമുണ്ടായ ഡെപ്റ്റ് അല്ലെങ്കിൽ വിൽക്കിൻസ് മൂലമുണ്ടായ ലോസ് ആര് മീറ്റ് ചെയ്തത്? ഗാർണറും മുറയും ആദ്യം മീറ്റ് ചെയ്ത് ഈക്വൽ ആയിട്ട് മീറ്റ് ചെയ്തപ്പോഴത്തേക്ക് എന്ത് ചെയ്തില്ല? അവർക്ക് ആ ഒരു പ്രപ്പോർഷനിൽ ഒരു ഇക്വാളിറ്റിയിൽ അവർക്ക് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് കോർട്ട് ഇടപെടുകയും എന്ത് ചെയ്ത് ഈ ഒരു ഡിസിഷൻ പറയുകയും ചെയ്ത്. ഡിസിഷൻ മാത്രം ആലോചിക്കുക. ദ ലോസ് ഡ്യൂ ടു ഇൻസോൾവൻസി ഓഫ് എ പാർട്ണർ should be borne by the solvent partners in the ratio of their capital. എന്ത് ചെയ്യണം? The loss due to insolvency of a partner. ഒരു പാർട്ണർ ഇൻസോൾവൻ്റ് ആകുന്നത് മൂലമുണ്ടാകുന്ന ലോസ്, നഷ്ടങ്ങൾ should be borne by the solvent partners. ഏതാ? ബാക്കിയുള്ള പാർട്ട്നേഴ്സ്. ഇപ്പോൾ എയും ബിയും സിയുമാണ് പാർട്ട്നേഴ്സ് എങ്കിൽ സി എന്ന് പറയുന്ന പാർട്ണർ ആരായി? ഇൻസോൾവൻ്റ് ആയി മാറിയെങ്കിൽ എന്ത് ചെയ്യുക? സിയുടെ ലോസ്, സി മൂലം ഉണ്ടാകുന്ന ലോസ് എയും ബിയും ഷെയർ ചെയ്യണം. ഏത് റേഷ്യോയിൽ? ഇൻ ദി റേഷ്യോ ഓഫ് ദെയർ ക്യാപിറ്റൽ. ദെയർ എന്ന് പറഞ്ഞാൽ എയുടെയും ബിയുടെയും ക്യാപിറ്റലിന്റെ ബേസിസിൽ. മനസ്സിലായോ? ആ ഒരു കഥ മാത്രം ആലോചിക്കുക, ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്നും പഠിക്കണ്ട. ലോസ് ഡ്യൂ ടു ഇൻസോൾവൻസി ഓഫ് എ പാർട്ണർ ഷുഡ് ബി ബോൺ ബൈ ദ സോൾവന്റ് പാർട്ണേഴ്സ് ഇൻ ദ റേഷ്യോ ഓഫ് ദെയർ ക്യാപിറ്റൽസ്. പഠിച്ചല്ലോ. ഗാർണർ വേഴ്സസ് മുറേ പ്രിൻസിപ്പിൾസ് ഈസ് ആപ്ലിക്കബിൾ ഇൻ ദ കേസ് ഓഫ് ഇൻസോൾവൻസി ഓഫ് എ പാർട്ണർ ആൻഡ് ദാറ്റ് ലോസ് ഓഫ് insolvency of a partner should be met by the ആരാണ്? existing partners by their ratio of their capitals. Clear? ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗുഡ് വിൽ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. മെയിനായിട്ട് ചോദിക്കുന്ന കാര്യം മാത്രമേ പറയുന്നുള്ളൂ. എന്താണ് ഗുഡ് വിൽ എന്ന് നോക്കിക്കോളൂ. എന്താണ് ഗുഡ് വിൽ? മലയാളത്തിൽ നമുക്ക് പറയാം, എന്തെന്ന് പറയാം? സൽപ്പേര് എന്ന് പറയാം. ഓക്കെ, വാല്യൂ ഓഫ് റെപ്യൂട്ടേഷൻ. സൽപ്പേരിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഗുഡ് വിൽ എന്ന് വിളിക്കുക. എന്തെന്ന് വിളിക്കുക? ഗുഡ് വിൽ എന്ന് വിളിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താണ് ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് റെപ്യൂട്ടേഷൻ ഓഫ് എ ഫേം. ഒരു ഫേമിന്റെ വാല്യൂ ഓഫ് റെപ്യൂട്ടേഷനെ വിളിക്കുന്ന പേരാണ് ഗുഡ് വിൽ. എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. വാല്യൂ ഓഫ് റെപ്യൂട്ടേഷൻ ഓഫ് എ ഫേമിനെയാണ് എന്തെന്ന് വിളിക്കുക? ഗുഡ് വിൽ എന്ന് വിളിക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ. ആൻഡ് ഇൻ റെസ്പെക്ട് ഓഫ് പ്രോഫിറ്റ്, ഏത് നോക്കിയിട്ടാണ് നമ്മൾ ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, മനസ്സിലാക്കുന്നത്? പ്രോഫിറ്റ്, ഫ്യൂച്ചർ പ്രോഫിറ്റ് നോക്കിയിട്ടാണ് നമ്മൾ ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഏതാ? ആപ്പിൾ എന്ന് പറയുന്നത്, നിങ്ങളുടെ ഒരു കമ്പനിയുടെ പേര്, ഒരു മൊബൈൽ ഫോൺ കമ്പനിയുടെ പേര് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഓട്ടോമോട്ടീവ് കമ്പനിയുടെ പേര് പറയാൻ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഏറ്റവും ടോപ്പ് ബ്രാൻഡ് ആയിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ നിങ്ങളുടെ മനസ്സിലേക്ക് ആ ഒരു ബ്രാൻഡ് തന്നെ വരുന്നതിന് കാരണം? ഡ്യൂ ടു ദാറ്റ് ഗുഡ് വിൽ, റെപ്യൂട്ടേഷൻ ആണ്. ഓക്കെ, സൊസൈറ്റിയിലുള്ള റെപ്യൂട്ടേഷൻ, ആ ബ്രാൻഡ് ഇമേജ് ആണ്. ഓക്കെ ആണല്ലോ. സോ ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് റെപ്യൂട്ടേഷൻ ഓഫ് എ ഫേം ഇൻ റെസ്പെക്ട് ഓഫ് പ്രോഫിറ്റ്. ഏത് നോക്കിയിട്ടാണ് നമ്മൾ പറയുക ഗുഡ് വിൽ ഉണ്ടോ ഇല്ലയോ എന്ന്? പ്രോഫിറ്റ് നോക്കിയിട്ട്. വിച്ച് ഈസ് എക്സ്പെക്റ്റഡ് ഇൻ ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന പ്രോഫിറ്റ് നോക്കിയിട്ട്. ഓവർ ആൻഡ് എബവ് ദി നോർമൽ റേറ്റ് ഓഫ് പ്രോഫിറ്റ്. നോർമലി നമുക്ക് ഉണ്ടാവുന്ന പ്രോഫിറ്റിനേക്കാളും എക്സ്ട്രാ പ്രോഫിറ്റ് ഫ്യൂച്ചറിൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആ എക്സ്ട്രാ പ്രോഫിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഗുഡ് വിൽ എന്ന് വിളിക്കുക. എന്തെന്ന് വിളിക്കുക? ഗുഡ് വിൽ. ഇറ്റ് ഈസ് ആൻ ഇൻവിസിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്. എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഗുഡ് വിൽ ഈസ് ആൻ ഇൻവിസിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്. ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ.
ടാഞ്ചിബിലിറ്റി എന്ന് പറഞ്ഞാൽ കാണാനും തൊട്ടു നോക്കാനും കഴിയുന്ന അസറ്റുകളെ ടാഞ്ചിബിൾ അസറ്റുകൾ എന്ന് വിളിക്കുക. ഇൻടാഞ്ചിബിൾ അസറ്റുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, കാണാനോ തൊട്ടു നോക്കാനോ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് കഴിയാത്ത അസറ്റുകളെയാണ് എന്തെന്ന് വിളിക്കുക, ഇൻടാഞ്ചിബിൾ അസറ്റുകൾ എന്ന് വിളിക്കുക. എക്സാമ്പിൾ ഗുഡ്വില്, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക്, അതൊക്കെ ഏതിന് എക്സാമ്പിൾ ആണ്? ഗുഡ്വില്ലിന് ഏതിന് എക്സാമ്പിൾ ആണ്? ടാഞ്ചിബിൾ ഇൻടാഞ്ചിബിൾ അസറ്റിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, നോക്കിക്കോളൂ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസസ് ഓഫ് ഗുഡ്വിൽ. ഓക്കെ, നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുമ്പോൾ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇത്. ഇതിൽ നിന്ന് 1 മാർക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. The classification goodwill is based on consumer behaviorന്റെ ബേസിസിലാണ് നമ്മൾ ഗുഡ്വില്ലിനെ ഇവിടെ ക്ലാസിഫൈ ചെയ്യുന്നത് കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ക്ലാസ് ഓഫ് ഗുഡ്വിൽ ആണ് ഡോഗ് ഗുഡ്വിൽ. എന്ത് ഗുഡ്വിൽ? ഡോഗ് ഗുഡ്വിൽ. എന്താണെന്ന് നോക്കാം. ഡോഗ് ഗുഡ്വിൽ, the customers rely on the management and leadership of the company എന്ന് പറഞ്ഞാൽ, ഡോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓണറുമായിട്ട് ഒരു ഫോണ്ടിനെസ് അല്ലേ, ഒരു ഭയങ്കര ഒരു നീതിയുള്ള അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു മൃഗമാണ്, ഒരു അനിമലാണ് ഡോഗ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുമ്പോൾ, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഡോഗ് ഉണ്ടെങ്കിൽ നമ്മുടെ ഓണർ മാറിപ്പോയാലും അല്ലേ, ഓണർ പോകുന്ന സ്ഥലത്തേക്കല്ല എന്ത് ചെയ്യുന്നുണ്ട്, ആ ഡോഗ് അതിൻ്റെ കൂടെ പോകുന്നുണ്ട്. കാര്യം അത്രത്തോളം ഇഷ്ടമാണ് അതിന് ഓണറിനോട്, ശരിയല്ലേ? അതുപോലെ തന്നെ ഇവിടെ നോക്കുക, ദ കസ്റ്റമേഴ്സ്, ഇവിടെയും കസ്റ്റമേഴ്സ് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ദേ റിലേ ഓൺ ദ മാനേജ്മെന്റ് ആൻഡ് ലീഡർഷിപ്പ് ഓഫ് ദ കമ്പനി. ഒരു കമ്പനിയുടെ ലീഡർഷിപ്പിലും മാനേജ്മെന്റ്, ആ പൊസിഷൻ, ടോപ്പ് പൊസിഷൻ ആരെന്ന് നോക്കും, കസ്റ്റമേഴ്സ് നോക്കും. ഓക്കെ, കസ്റ്റമേഴ്സ് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഒരു കമ്പനിയുടെ ടോപ്പ് പൊസിഷനിൽ ആരൊക്കെയാണ് ഇരിക്കുന്നതെന്ന് നോക്കും. കീ മാനേജറിയൽ പേഴ്സൺസ് ആരൊക്കെയാണെന്ന് നോക്കും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും? ദേ സീ വാല്യൂ ഇൻ ദ കമ്പനി. ഒരു കമ്പനിയിൽ വാല്യൂ അല്ലെങ്കിൽ അവർ വില കൽപ്പിക്കുന്നത്, ആ ഒരു പ്രോഡക്റ്റിനോട് അവർ ഏറ്റവും കൂടുതൽ അറ്റാച്ച് ചെയ്യുന്നത് ഏത് കൊണ്ട് മാത്രമായിരിക്കും? ബിക്കോസ് ഓഫ് ദ പീപ്പിൾ ചെയറിങ് ഇറ്റ്സ് പൊസിഷൻ. ആ കമ്പനിയുടെ ടോപ്പിലിരിക്കുന്ന വ്യക്തികൾ ആരാണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഡോഗ് ഗുഡ്വില്ല് എന്ത് ചെയ്യുക, കസ്റ്റമേഴ്സ് എന്ത് ചെയ്യുന്നത്, അവർ റിലേ ചെയ്യുന്നത്. റിലേ ചെയ്യുക എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഒരു കമ്പനിയുടെ മാനേജ്മെന്റ് ആൻഡ് ലീഡ്. നോക്കിക്കോളൂ, എന്താ പറയുന്നത്? ഇറ്റ് റെപ്രസെന്റ്സ് എ ലോയൽ ആൻഡ് ഫെയ്ത്ത്ഫുൾ കസ്റ്റമർ ബേസ്. അതായത് ഒരു കമ്പനിയുടെ ടോപ്പ് പൊസിഷനിൽ ഇരിക്കുന്ന ആരാണെന്ന് നോക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുന്നു, വാരൻ ബഫറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ബിസിനസ് മാഗ്നറ്റ് ഉണ്ട്, ഒരു ഇൻവെസ്റ്റർ മാഗ്നറ്റ് ഉണ്ട്. ഓക്കെ, ഒരു ബിസിനസ് ടൈക്കൂൺ ആണ് ആരെന്ന് പറയുന്നത്, വാരൻ ബഫറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആ വാരൻ ബഫറ്റിന് ഒരു കമ്പനിയുണ്ട്, ബെർക്ക്ഷയർ ഹാത്തവേ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാ പേരും ആരെ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്? വാരൻ ബഫറ്റിനെ മാത്രമാണ്. വാരൻ ബഫറ്റ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ടോപ്പ് വെൽത്തിയസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ്, അതിൽ 10ാം സ്ഥാനത്തൊക്കെ നിൽക്കുന്ന വ്യക്തിയാണ്. $200 ബില്യൺ പുള്ളിയുടെ ആസ്തി എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഒരു 60ൽ കൂടുതൽ കമ്പനീസ് ഓൺ ചെയ്യുന്നുണ്ട്. ആരെന്ന് പറയുന്നത്? വാരൻ ബഫറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ടോപ്പ് ഇൻവെസ്റ്റർ ആണ് ആരെന്ന് പറയുന്നത്? വാരൻ ബഫറ്റ്. അപ്പോൾ അവിടെ കസ്റ്റമേഴ്സ് നോക്കുന്നത് വാരൻ ബഫറ്റ് എന്ന് പറയുന്ന വ്യക്തിയെ മാത്രമാണ്. ഓക്കെ, ആരാണ് ബെർക്ക്ഷയർ ഹാത്തവേ എന്ന് പറയുന്ന കമ്പനി ടോപ്പിൽ നിൽക്കുന്ന ആരാണ്? വാരൻ ബഫറ്റ് ആണ്. ഓക്കെ, അത് മാത്രമാണ് കസ്റ്റമേഴ്സ് നോക്കുന്നത്. അവർ വേറെ ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. വാരൻ ബഫറ്റ് ആ ഒരു കമ്പനിയിൽ നിന്ന് ഇറങ്ങുകയാണ്. ഓക്കെ, എങ്കിൽ എന്ത് ചെയ്യും? ഈ കസ്റ്റമേഴ്സും ആ കമ്പനിയിൽ എന്ത് ചെയ്യത്തില്ല, അവർ ഒരിക്കലും ഇൻട്രസ്റ്റ് ആവത്തില്ല. മനസ്സിലാവൂ? വാരൻ ബഫറ്റ് ആ ഒരു പെർട്ടിക്കുലർ കമ്പനിയിൽ നിന്ന് ഇറങ്ങി വേറൊരു കമ്പനിയിലോട്ട് പോവുകയാണെങ്കിൽ കസ്റ്റമർ ബേസ് എന്ത് ചെയ്യും? അയാളുടെ പിറകെ പോകും. കാരണം ഡോഗ് ഗുഡ്വിൽ എന്ന് പറയുന്നത് കസ്റ്റമേഴ്സ് എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ഏതിൽ മാത്രമാണ്? ആ കമ്പനിയുടെ ടോപ്പ് മാനേജ്മെന്റിലും ലീഡർഷിപ്പ് പൊസിഷനും മാത്രമാണ്. ഓക്കെ, ആ പൊസിഷനിൽ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഒരു പ്രോഡക്റ്റ്, ഒരു കമ്പനി അവർ എന്ത് ചെയ്യുന്നത്? കൂടുതലായിട്ട് അറ്റാച്ച്ഡ് ആവുന്നത്. ഓക്കെ ആണല്ലോ? ഇറ്റ് റെപ്രസെന്റ് എ ലോയൽ ആൻഡ് ഫെയ്ത്ത്ഫുൾ കസ്റ്റമർ ബേസ് ഹു ആർ മോർ അറ്റാച്ച്ഡ് ടു ദ പേഴ്സൺസ് കണ്ടക്ടിങ് ദ ബിസിനസ് റാദർ ദാൻ ദ പ്ലേസ് ഓഫ് ദ ബിസിനസ്. ഓക്കെ, അവർ നോക്കുന്നത് ഏതല്ല? പ്ലേസ് ഓഫ് ദ ബിസിനസ് അല്ല നോക്കുന്നത്. ഓക്കെ, ഏത് പ്ലേസിലാണ് എന്ത് ചെയ്യുന്നത്? ബിസിനസ് ഉള്ളത് എന്നുള്ളതല്ല നോക്കുന്നത്. പകരം
ആരാണ് ആ ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നത്, കീ മാനേജീരിയൽ പൊസിഷനിൽ ആരാണ്, അത് നോക്കിയിട്ടാണ് കസ്റ്റമേഴ്സ് എന്ത് ചെയ്യുന്നത്, ആ ഒരു പ്രോഡക്റ്റിനോട് ലോയൽ ആകുന്നത്, അല്ലെങ്കിൽ ആ ഒരു കമ്പനിയോട് ഏറ്റവും കൂടുതൽ ലോയൽ ആകുന്നത്, ഇൻട്രസ്റ്റഡ് ആവുന്നത്. മനസ്സിലാവൂ? അങ്ങനെയുള്ള ഗുഡ്വില്ലിനെ വിളിക്കുന്ന പേരാണ് ഡോഗ് ഗുഡ്വിൽ എന്ന് വിളിക്കുക. ഇത് ഞാൻ ഹൈലൈറ്റ് ചെയ്ത പോയിന്റ് മാത്രം നോക്കുക. മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ഏതിൽ മാത്രമായിരിക്കും? മാനേജ്മെന്റ് ആൻഡ് ലീഡർഷിപ്പ് ഓഫ് ദ കമ്പനി. ടോപ്പ് പൊസിഷനിൽ മാത്രമായിരിക്കും. ആരാണോ എന്ത് ചെയ്യുന്നത്, ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നത്, അവരിൽ മാത്രമായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. വേറെ ഒന്നും നോക്കുന്നത്, എവിടെയോ ബിസിനസ് ആകുമെന്ന് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ഓക്കെ. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത്, ഇതിനകത്ത് ഒരു പോയിന്റ് കൂടെ ഉണ്ട്. ദ ലീഡർഷിപ്പ് ഓഫ് ദ ബിസിനസ് ഡ്രൈവ്സ് ദ ഡോഗ് ഗുഡ്വിൽ. ഓക്കെ, ഇവിടെ എന്താണ് ഡ്രൈവ് ചെയ്യുന്നത് ഡോഗ് ഗുഡ്വില്ലിലേക്ക്? ലീഡർഷിപ്പ് ഓഫ് എ ബിസിനസ്. ബിസിനസിന്റെ ലീഡർഷിപ്പാണ് എന്ത് ചെയ്യുന്നത്, ഏതിനകത്ത് ഡോഗ് ഗുഡ്വില്ല് മെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. എന്താ പറഞ്ഞത്? ദ ലീഡർഷിപ്പ് ഓഫ് എ ബിസിനസ് ഡ്രൈവ്സ് ദ ഡോഗ് ഗുഡ്വിൽ. ഓക്കെ, ഡോഗ് ഗുഡ്വില്ല് മെയിൻ ആയിട്ട് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആർക്കാണ്? പ്രോഡക്റ്റിനല്ല, കമ്പനിക്കല്ല, പകരം കമ്പനിയുടെ കീ മാനേജറിയൽ പൊസിഷൻ, അല്ലെങ്കിൽ ആരൊക്കെയാണ് അത് നടത്തുന്നത്. ഓക്കെ, അത് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനൊരു വാല്യൂ കൊടുക്കുന്നത്, ലോയൽ ആവുന്നത്. ഓക്കെ. രണ്ടാമത്തേതാണ് ക്യാറ്റ് ഗുഡ്വിൽ. രണ്ടാമത്തേതാണ് ക്യാറ്റ് ഗുഡ്വിൽ. ക്യാറ്റ് ഗുഡ്വിൽ എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സ് എന്തായിരിക്കും? ദ കസ്റ്റമേഴ്സ് ആർ മോർ ലോയൽ ടു എ ബ്രാൻഡ് ഓർ ദി കമ്പനി നെയിം. ഇവിടെ രണ്ട് കാര്യങ്ങളിലാണ്. ഏതാണ്? കസ്റ്റമേഴ്സിനെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. കസ്റ്റമേഴ്സ് ആർ മോർ ലോയൽ ടു ദി ബ്രാൻഡ്. ആ ഒരു ബ്രാൻഡിലായിരിക്കും അവർ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ കമ്പനിയുടെ പേരിലായിരിക്കും. അവർ ഏത് കൺസിഡർ ചെയ്യുന്നില്ല? ദ മാനേജ്മെന്റ് ആൻഡ് ലീഡർഷിപ്പ് ടീം ഓഫ് ദ എൻറ്റിറ്റി ഡസ് നോട്ട് കൺസേൺ ദം. അവർ അത് കൺസിഡർ ചെയ്യുന്നില്ല. ഫോർ എക്സാമ്പിൾ, ആപ്പിൾ എന്ന് പറയുന്ന കമ്പനി. ഓക്കെ, ആപ്പിൾ എന്ന് പറയുന്ന കമ്പനി ആരൊക്കെയാണ് ഫൗണ്ട് ചെയ്തത്? സ്റ്റീവ് ജോബ്സും സ്റ്റീവ് വോസ്നിയാക്കും അല്ലേ, റൊണാൾഡ് വെയ്ൻ എന്ന് പറയുന്ന 3 പേരാണ് അത് എന്ത് ചെയ്യുന്നത്, ഫൗണ്ട് ചെയ്യുന്നത് ഇല്ലേ. ആപ്പിൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, ആപ്പിൾ എന്ന് പറഞ്ഞാൽ ദ മോസ്റ്റ് പവർഫുൾ ബ്രാൻഡ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ തന്നെ ഏറ്റവും മോസ്റ്റ് പവർഫുൾ ബ്രാൻഡാണ് എന്ന് പറയുന്നത് ആപ്പിൾ എന്ന് പറയുന്നത് ഇല്ലേ. ഇപ്പൊ അത് സ്റ്റീവ് ജോബ്സ് ആണോ CEO? അല്ല. ഓക്കെ, സ്റ്റീവ് ജോബ്സ് ആയിരുന്നു, പുള്ളി മരിച്ചുപോയി ഇല്ലേ. സ്റ്റീവ് വോസ്നിയാക്ക് ഉണ്ടോ? ഇല്ല, ഇറങ്ങിപ്പോയി, ആ കമ്പനിയിൽ ഇല്ല. ഓക്കെ, റൊണാൾഡ് വെയ്ൻ ഉണ്ടോ കമ്പനിയിൽ? ഇല്ല. ഓക്കെ, ഇപ്പൊ നമ്മൾ കീ മാനേജറിൽ പൊസിഷനിൽ നോക്കിയിട്ടാണോ ഈ കമ്പനി നമ്മൾ ഇഷ്ടപ്പെട്ടത്? അല്ല, പകരം ഏത് നോക്കിയിട്ടാണ്? ബ്രാൻഡ് നോക്കിയിട്ടാണ്, കമ്പനിയുടെ പേര് നോക്കിയിട്ടാണ്. കറക്റ്റാ? മനസ്സിലായോ? അതിനെ വിളിക്കുന്ന പേരാണ് ക്യാറ്റ് ഗുഡ്വിൽ. അടുത്തത് നോക്കിക്കോളൂ, ഒരു പോയിന്റ് കൂടി. ക്യാറ്റ് റെപ്രസെന്റ്സ് ദോസ് കസ്റ്റമേഴ്സ് ഹു go to the same shop or place of business whoever is the owner of that shop. ആ ഷോപ്പിന്റെ ഓണർ ആരോ ആയിക്കോട്ടെ, നമ്മൾ എന്ത് ചെയ്യും? The customers who go to the same shop or place of business. ഓക്കെ, ആ പ്ലേസിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ആ ഷോപ്പിലേക്ക് പോകുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നില്ല? അവിടെ ഓണറിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, പകരം എന്ത് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്? കൺസിഡർ ചെയ്യുന്ന ദി കമ്പനി നെയിം ഓർ ബ്രാൻഡ് നെയിം. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് പറയുന്നു റാറ്റ് ഗുഡ്വിൽ. അടുത്തേതാണ് റാറ്റ് ഗുഡ്വിൽ. നോക്കിക്കോളൂ, റാറ്റ് ഗുഡ്വിൽ എന്ന് പറഞ്ഞാൽ റാറ്റ് ഇങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കത്തില്ല, ഏത് സ്ഥലത്ത് പോകും? എല്ലാ സ്ഥലത്തും ഓടി നടക്കത്തില്ലേ? അത് തന്നെയാണ് ഈ കഥ. എന്താ? റാറ്റ് കൺസ്യൂമേഴ്സ് do not play favorites either in management personnel or in the brand. ബ്രാൻഡിനും വലിയ കൺസിഡറേഷൻ കൊടുക്കുന്നില്ല, മാനേജ്മെന്റ് പേഴ്സണൽസിനും വലിയ കൺസിഡറേഷൻ കൊടുക്കുന്നില്ല. ഓക്കെ, ഫോർ ദിസ് റീസൺ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഫ്യൂജിറ്റീവ് ഗുഡ്വിൽ ആൻഡ് ഈസ് വാല്യൂലെസ്. ചിലപ്പോൾ ചോദിക്കാം, വാല്യൂലെസ് ഗുഡ്വിൽ ഏതാണെന്ന് ചോദിക്കാം. റാറ്റ് ഗുഡ്വിലാണ്. ഫ്യൂജിറ്റീവ് ഗുഡ്വിൽ ഏതാണെന്ന് ചോദിക്കാം. റാറ്റ് ഗുഡ്വിലാണ്. ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പിച്ചോളൂ. ഓക്കെ ആണല്ലോ? ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ്, the rats are not attached to person or place and are casual in their behavior. അവർ എന്ത് ചെയ്യുന്നുണ്ട്? അവർ കാഷ്വൽ ആയിട്ട് പോയിട്ട് എനിക്ക് വേണ്ട പ്രോഡക്റ്റുകൾ ഞാൻ കടയിൽ പോയി വാങ്ങുന്നു. ഞാനൊരു ബ്രാൻഡിനെയും ഫോക്കസ് ചെയ്യുന്നില്ല, ഞാൻ എന്ത് ചെയ്യുന്നില്ല, ആ ഒരു പെർട്ടിക്കുലർ കമ്പനിയുടെ കീ മാനേജറിൽ പൊസിഷനും ഞാൻ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ, എനിക്ക് എന്ത് വേണം? FMCG ഗുഡ്സ് വേണം. എന്താണ് FMCG? ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ്. അതായത് നമ്മുടെ ഷെൽഫുകളിൽ ഏറ്റവും പെട്ടെന്ന് ഫില്ലായിക്കൊണ്ടിരിക്കുന്ന, നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഗുഡ്സുകളെ വിളിക്കുന്ന പേരാണ്
ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ്. ഗ്രോസറീസ് ഇല്ലേ, അത് എക്സാമ്പിൾ സോപ്പ് ഇല്ലേ, ഷാംപൂ ഇല്ലേ, ക്ലീനേഴ്സ്, അങ്ങനെ പല പല സാധനങ്ങളില്ലേ, ഉണ്ടോ ഇല്ലയോ, ഉണ്ട് ഇല്ലേ, നമ്മൾ ചോക്ലേറ്റ്സ്, ഓക്കെ, അങ്ങനെയുള്ള ക്യാൻഡീസ്, ഇതൊക്കെ ഏതിന് എക്സാമ്പിൾ ആണ്? ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് ആണ്. പെട്ടെന്ന് എന്ത് ചെയ്യും, നമ്മൾ വീണ്ടും നമ്മൾ ഒരു മാസത്തിനിടയ്ക്ക് തന്നെ 2-3 പ്രാവശ്യമൊക്കെ വാങ്ങും. ഓക്കെ ആണോ? ഓക്കെ, അങ്ങനെയുള്ള ഗുഡ്സ് ഏതിന് എക്സാമ്പിൾ ആണ്? റാറ്റ് ഗുഡ്വിൽ. നമ്മൾ FMCG പ്രോഡക്റ്റ്, ഇങ്ങനെ വാങ്ങുന്ന പ്രോഡക്റ്റ് നമ്മൾ കടയിൽ പോയി വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ നോക്കോ? ചില ആൾക്കാർ നോക്കും. കോമൺ ആയിട്ട് പറയുമ്പോൾ കസ്റ്റമേഴ്സ് അത് കൺസിഡർ ചെയ്യുന്നില്ല എന്നാണ്. ഓക്കെ, ഞാനിപ്പോൾ ലെക്സ് എന്ന് പറയുന്ന സോപ്പേ വാങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞ് കടയിൽ പോകുമ്പോൾ ലെക്സ് ഇല്ല എങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ചിലപ്പോൾ മാർജിൻ ഫ്രീ മാർക്കറ്റ് ആണെങ്കിൽ ഞാൻ വേറെ ഒന്നതിലേക്ക് സ്വിച്ച് ചെയ്യും. ശരിയാണോ? ആണ്. അപ്പോൾ ഏതാണ് റാറ്റ് ഗുഡ്വിൽ? FMCG പ്രോഡക്റ്റ് വരികയാണെങ്കിൽ ഏതിന് എക്സാമ്പിൾ ആയിട്ട് പറയാം? റാറ്റ് ഗുഡ്വിൽ എക്സാമ്പിൾ ആണ്. ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ, നമ്മൾ വാങ്ങാൻ പോകുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ വാങ്ങും. ഓക്കെ, നമ്മളവിടെ എന്ത് ചെയ്യത്തില്ല? പ്ലേസ്, പേഴ്സണിനെ ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല. നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ പോയി വാങ്ങും. അവിടെ ബ്രാൻഡ് വാല്യൂ, പിന്നെ കമ്പനി നെയിമോ ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. ക്ലിയർ ആണേ? അടുത്ത നോക്കാം, റാബിറ്റ് ഗുഡ്വിൽ. ലാസ്റ്റ് ആണ് കേട്ടോ. റാബിറ്റ് ഗുഡ്വിൽ നോക്കൂ. റാബിറ്റ് എന്താ ചെയ്യുക? റാബിറ്റിന് ക്യാരറ്റ് കഴിക്കണമെങ്കിൽ അതിനൊരു റേഡിയസ് ഉണ്ട്, അതിൻ്റെ ചുറ്റളവിൽ മാത്രമേ അത് പോകത്തുള്ളൂ. അതിന് പുറത്തേക്ക് പോയി അതെന്ത് ചെയ്യത്തില്ല? ഫുഡിന് വേണ്ടി അന്വേഷിക്കത്തില്ല. അതുപോലെ തന്നെയാണ് ഏതും റാബിറ്റും. റാബിറ്റ് കൺസ്യൂമേഴ്സ് എന്തേ ചെയ്യത്തുള്ളൂ? ദേ ഓൺലി പിക്ക് എ പ്രോഡക്റ്റ് ഇഫ് ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ ദെയർ അക്സെപ്റ്റബിൾ റേഡിയസ്. അവരുടെ അക്സെപ്റ്റബിൾ റേഡിയസിൽ ഉള്ളിൽ നിന്ന് മാത്രം അവരെന്ത് ചെയ്യും? പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ഗുഡ്വില്ലിനെ വിളിക്കുന്ന പേരാണ് റാബിറ്റ് ഗുഡ്വിൽ എന്ന് വിളിക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? നോക്കിക്കോളൂ. റാബിറ്റ്സ് ആർ മോർ കൺസേൺഡ് അബൌട്ട് ദി നിയർനെസ് ഓഫ് ദ പ്ലേസ്. ഓക്കെ, ഏറ്റവും അടുത്താണ് അവർക്ക് ഇരിക്കുന്ന ഫുഡെങ്കിൽ അവരെന്ത് ചെയ്യും? അതേ പോകത്തുള്ളൂ. അതിന് ദൂരേക്കൊന്നും പോയി അതെന്ത് ചെയ്യത്തില്ല? ഫുഡൊന്നും കഴിക്കില്ല. അത് റാബിറ്റിൻ്റെ കേസാണ് കേട്ടോ. ഇവിടെ പറയുന്ന റാബിറ്റ് ഗുഡ്വില്ലും അതുപോലെ തന്നെയാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ എന്താ പറയാം, നമുക്ക് കടയിൽ പോയിട്ട് നമുക്ക് എന്ത് വാങ്ങണം? വെജിറ്റബിൾസ് വാങ്ങണം, ഫ്രൂട്ട്സ് വാങ്ങണം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഒരു 10 കിലോമീറ്റർ പോയിട്ട് ശേഷമാണോ നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം വാങ്ങുക? അല്ല, നമ്മൾ തവിട്ടിറങ്ങിയിട്ട് തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് അങ്ങ് വാങ്ങും ഇല്ലേ? അതാണ് ഏത്? റാബിറ്റ് ഗുഡ്വിൽ. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ കഥ. ഇത് നമ്മൾ ഏതിൻ്റെ ബേസിസിലാണ് പറയുന്നത്? കൺസ്യൂമറിൻ്റെ ബിഹേവിയർ ആണ്. ഓക്കെ, ആ ബിഹേവിയറിനെയാണ് ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തു തന്നത്. ഓക്കെ, ഇത് മനസ്സിലാക്കി, എക്സാമ്പിൾസ് മനസ്സിലാക്കി വെച്ചുകൊണ്ട് വേണം എക്സാമിന് എഴുതുമ്പോൾ എന്ത് ചെയ്യാനായിട്ട്? ബബിൾ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ കേട്ടോളൂ. ദ റാബിറ്റ് കൺസ്യൂമേഴ്സ് വിൽ ഓൺലി പിക്ക് എ പ്രോഡക്റ്റ് ഇഫ് ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ ദെയർ അക്സെപ്റ്റബിൾ റേഡിയസ്. ഓക്കെ, അവരുടെ ചുറ്റുപാടുമുള്ള റേഡിയസ്, ആ ഒരു പെർട്ടിക്കുലർ റേഡിയസിനുള്ളിൽ മാത്രമായിരിക്കും അവർ ഫോക്കസ് ചെയ്യുന്നത്. ദെൻ ദ റാബിറ്റ്സ് ആർ മോർ കൺസേൺഡ് അബൌട്ട് ദി നിയർനെസ് ഓഫ് ദി പ്ലേസ്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിയർനെസ് ഓഫ് ദ പ്ലേസ്, ഏറ്റവും അടുത്തുള്ള സ്ഥലം, അത് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഗുഡ്വില്ലിനെ നമ്മൾ വിളിക്കുകയാണ് എന്ന് പറയുക റാബിറ്റ് ഗുഡ്വിൽ എന്ന് പറയുക. ലാസ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഒന്നുമില്ല. ഇറ്റ് വുഡ് ബി ട്രബിൾസം ടു ഗോ സംവെയർ ഫാർ അവേ എന്ന് പറഞ്ഞാൽ എന്താണ്? ദൂരേക്ക് പോകാനായിട്ട് അവർക്ക് കുറച്ച് പ്രയാസമാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഇത് നോക്കണ്ട, ഹൈലൈറ്റ് ചെയ്യുന്ന പോയിന്റ് മാത്രം ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് എന്തൊക്കെയാണ്? ഡിസൊല്യൂഷൻ പറഞ്ഞു ഇല്ലേ, മോഡ്സ് ഓഫ് ഡിസൊല്യൂഷൻ പറഞ്ഞു, അക്കൗണ്ട്സ് ഏതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുമെന്ന് പറഞ്ഞു. ദെൻ വേറെന്താ പറഞ്ഞത്? വേറെ പറഞ്ഞു നമ്മൾ ഇത് റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും, ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു, ദെൻ അതുപോലെ ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ ഗാർണർ വേഴ്സസ് മുറേ ഡിസിഷൻ പറഞ്ഞു. ദെൻ നമ്മൾ ഗുഡ്വിൽ എന്താണെന്ന് പറഞ്ഞു, ക്ലാസസ് ഓഫ് ഗുഡ്വില്ലും പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. എല്ലാവരും ഫോക്കസ് ചെയ്ത് പഠിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.